24 ലൈവ് ഇലക്ഷൻ ഡിബേറ്റ് ഇവിടെ രാഷ്ട്രീയം പറയാം. ഇന്നെത്തിയിരിക്കുന്നത് കൊല്ലം മണ്ഡലത്തിലാണ്. കൊല്ലം മണ്ഡലത്തിൽ ചൂടേറിയ വാശിയേറിയ പോരാട്ടം നടക്കുകയാണ്. നമുക്കൊക്കെ അറിയാം, ഇവിടെ NK പ്രേമചന്ദ്രൻ സിറ്റിംഗ് MP ആണ്. അദ്ദേഹം കൊല്ലം എന്ന മണ്ഡലത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ പേരിനോട് ചേർത്ത് വെച്ചിട്ട് ഏറെക്കാലമായി. അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ആരെ ഇറക്കുമെന്നതിൽ LDF-ൽ ചർച്ചകൾ നടന്നു. ഏറെ ചർച്ചകൾക്ക് ശേഷം താരപരിവേഷമുള്ള ഒരു സ്ഥാനാർത്ഥി മുകേഷ് MLA ആണ്. അദ്ദേഹത്തെ രംഗത്തിറക്കിക്കൊണ്ട് വലിയ പ്രചാരണത്തിലാണ്. ഇപ്പോൾ ഇനി തെരഞ്ഞെടുപ്പിന് 13 ദിവസം മാത്രം ബാക്കി നിൽക്കെ ഇരു കൂട്ടരും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് എന്നവർ അവകാശപ്പെടുന്നു. ഒപ്പം NDA പ്രതിനിധീകരിച്ച് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഏറ്റവും ഒടുവിൽ പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീ G കൃഷ്ണകുമാർ. അങ്ങനെ വലിയൊരു പോരാട്ടം നടക്കുന്നു. ഇമേജുകൾ തമ്മിലുള്ളൊരു മത്സരമാണ് കൊല്ലത്ത് നടക്കുന്നത് എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന തരത്തിലുള്ള പ്രചാരണമാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ ഇന്ന് എന്താണ് വിവിധ മുന്നണി പ്രതിനിധികൾക്ക് പറയാനുള്ളത്, ഇവിടുത്തെ പ്രബുദ്ധരായ വോട്ടേഴ്സിന് പറയാനുള്ളത് എന്നത് പരിശോധിക്കുകയാണ് തത്സമയം. 24 ലൈവ് ഇലക്ഷൻ ഡിബേറ്റ് ഇവിടെ രാഷ്ട്രീയം പറയാം ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് മുന്നണികളെ പ്രതിനിധീകരിച്ച് നമുക്കൊപ്പം ഈ ചർച്ചയിൽ അതിഥികളായി എത്തിയിട്ടുള്ളവർ ശ്രീ S ജയമോഹൻ LDF-ന്റെ പ്രതിനിധി, സ്വാഗതം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല UDF-ന്റെ പ്രതിനിധി, ഒപ്പം തന്നെ BJP-യെ പ്രതിനിധീകരിച്ച് BJP ജില്ലാ അധ്യക്ഷൻ BB ഗോപകുമാർ, അദ്ദേഹം അല്പസമയത്തിനകം എത്തിച്ചേരും. വോട്ടർമാരും നമുക്കൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കും. ആദ്യം ഞാൻ പോകുന്നത് ശ്രീ ജ്യോതികുമാർ ചാമക്കാലയിലേക്ക്. ശ്രീ ജ്യോതികുമാർ, ഇപ്പോൾ സിറ്റിംഗ് MP-യും MLA-യും തമ്മിലുള്ള മത്സരമാണ്. അതിൽ തന്നെ സിറ്റിംഗ് MP-ക്ക് 10 വർഷത്തെ കാര്യമാണ് പറയാനുള്ളത്. ഇനിയിപ്പോൾ ഒരു ഹാട്രിക് ലക്ഷ്യമിട്ടാണ് അദ്ദേഹം വരുന്നത്. MLA ആണെങ്കിൽ മുകേഷ്, അദ്ദേഹത്തിനുമുണ്ട് ഈ കഴിഞ്ഞ ഒരു ടേം, അതിനുശേഷം 2.5 വർഷം കൂടി അദ്ദേഹം പൂർത്തിയാക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഈ പ്രചാരണ കാലയളവിൽ ഉടനീളം പല വിഷയങ്ങളും വന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി വന്നിരിക്കുന്നത് വികസനം എന്നുള്ളത് തന്നെയാണ്. താങ്കൾ ഈ പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്ന ആളാണ്. UDF-ന്റെ ജില്ലയിലെ പ്രചാരണ ചുമതലയുള്ള വ്യക്തിയാണ്. ഒട്ടേറെ തെരഞ്ഞെടുപ്പ് ഇത്തരത്തിലേക്കുള്ള ഈ ടെലിവിഷൻ ചാനലിലെ ചർച്ചകളിലും താങ്കൾ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനമായി ഉയർന്നു വരുന്നത് വികസനം എന്നുള്ളത് തന്നെയാണോ, മണ്ഡലത്തിലെ വികസനം? നോക്കൂ, ഇവിടെ ശ്രീ പ്രേമചന്ദ്രൻ താങ്കൾ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം സിറ്റിംഗ് MP ആണ്. നമുക്കറിയാം, അദ്ദേഹം 1987 ഗ്രാമപഞ്ചായത്ത് അംഗമായി പൊതുരംഗത്തേക്ക് വന്നയാളാണ്, ജനപ്രതിനിധിയായ ആളാണ്. അതിനുശേഷം അദ്ദേഹം ജില്ലാ കൗൺസിൽ മെമ്പറായി, ജില്ലാ പഞ്ചായത്ത് അംഗമായി, അദ്ദേഹം MLA ആയി, മന്ത്രിയായി, ലോക്സഭയിൽ 2 തവണ മത്സരിച്ച് വിജയിച്ചു, രാജ്യസഭയിലേക്ക് ഒരു വട്ടം തിരഞ്ഞെടുക്കപ്പെട്ടു. വീണ്ടും അദ്ദേഹം 2014-ലും 2019-ലും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹത്തെ സംബന്ധിച്ച് ലോക്സഭയിലേക്കുള്ള 5ാമത്തെ മത്സരമാണ്. ഒരു ജനപ്രതിനിധി എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ശ്രീ NK പ്രേമചന്ദ്രൻ എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഒരു പാർലമെൻറ്റ് അംഗത്തെ സംബന്ധിച്ച്, കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ തൻ്റെ മണ്ഡലത്തിൽ നടപ്പിലാക്കുന്നതോടൊപ്പം തന്നെ മണ്ഡലവുമായി ബന്ധപ്പെട്ട വികസന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, ഒപ്പം മണ്ഡലത്തിൽ സജീവമായ സാന്നിധ്യമായി നിൽക്കുക. അതിനപ്പുറം ഒരു പാർലമെൻറ്റേറിയൻ എന്ന നിലയിൽ പാർലമെൻറ്റിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങളെ സംബന്ധിച്ച് വ്യക്തതയുണ്ടാവുക. ഞാനിവിടെ ഒരു കണക്ക് അവതരിപ്പിക്കാം. ശ്രീ NK പ്രേമചന്ദ്രനെ സംബന്ധിച്ച് അദ്ദേഹം കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ പാർലമെൻറ്റിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് 743 തവണയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ളത് 567 തവണയാണ്. ഞാൻ പറഞ്ഞോട്ടെ. അതെ, സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിച്ചത് 25 തവണയാണ്. ഓർഡിനൻസിനെ എതിർത്ത് സംസാരിച്ചത് 76 തവണയാണ്. ബില്ല് അവതരണത്തെ എതിർത്തുള്ളത് 32 തവണയാണ്. ഭേദഗതികൾ നിർദ്ദേശിച്ചിട്ടുള്ളത് 2679 തവണയാണ്. അങ്ങനെ 4122 തവണ ഇടപെടലുകൾ നടത്തിയ ഒരു MP, അത് തന്നെ ഒരു റെക്കോർഡാണ്. അപ്പോൾ MP എന്ന നിലയിൽ പാർലമെൻറ്റിൽ എങ്ങനെയാണോ ഇടപെടേണ്ടത്, പെരുമാറേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഉത്തമ ഉദാഹരണമാണ് ശ്രീ NK പ്രേമചന്ദ്രൻ. മാത്രമല്ല, അദ്ദേഹത്തെ സംബന്ധിച്ച് നിരവധി അവാർഡുകൾ, മികച്ച പാർലമെൻറ്റേറിയനുള്ള നിരവധി അവാർഡുകൾ, 14ഓളം എടുത്തു പറയാവുന്ന അവാർഡുകൾ ഉൾപ്പെടെയുണ്ട്. അദ്ദേഹം സ്പീക്കേഴ്സ് പാനലിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം UN-ന്റെ സഭയിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചിട്ടുണ്ട്. നിരവധി ഡെലിഗേഷൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് പല രാജ്യങ്ങൾ സന്ദർശിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു ഏകാംഗ പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന ആ അവസരം സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ മികവിൻ്റെ കൂടി അവസരമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. മറ്റൊന്ന്, ഇപ്പോഴത്തുള്ള രാഷ്ട്രീയ സാഹചര്യം,
ഈ രാഷ്ട്രീയ സാഹചര്യം ദേശീയ തലത്തിൽ BJPയെ സംബന്ധിച്ച് ഞാൻ പ്രത്യേകമായി എടുത്തു പറയേണ്ടതില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ BJP അധികാരത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത, ഈ രാജ്യത്ത് ജനാധിപത്യം മടങ്ങി വരേണ്ടതിൻ്റെ ആവശ്യകത, ഈ രാജ്യത്ത് ഏകാധിപത്യത്തിലേക്ക് ഒരു പാർട്ടി നമ്മളെ നയിക്കുന്നതിൽ നിന്നും വിമുക്തമാകേണ്ടതിൻ്റെ ആവശ്യകത ഉൾപ്പെടെയുള്ള ദേശീയ രാഷ്ട്രീയ വിഷയങ്ങൾ ഒരു ഭാഗത്ത്, ഏറ്റവും അവസാനം വന്നു നിൽക്കുന്ന ഇലക്ട്രൽ ബോണ്ട് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഈ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഉൾപ്പെടെയുള്ള ഇടതുപക്ഷത്തിൻ്റെ സർക്കാർ കഴിഞ്ഞ 8 വർഷമായി അധികാരത്തിൽ നിൽക്കുമ്പോൾ സംസ്ഥാനത്തുണ്ടായിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെ അക്രമ രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നു. ഇവിടെ വികസനം, ആ വികസനത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഞങ്ങൾക്ക് ഒത്തിരിയുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഈ നിയോജക മണ്ഡലത്തിൽ 11,188 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു MP ആണ് ശ്രീ NK പ്രേമേന്ദ്രൻ. അദ്ദേഹം അത് അക്കമിട്ട് നിരത്തിയിട്ടുണ്ട്. ആ അക്കമിട്ട് നിരത്തിയതിനെ സംബന്ധിച്ച് അതിൻ്റെ ആ പുസ്തക പ്രകാശനം തന്നെ നടത്തിയിട്ടുള്ളത്. പുസ്തക പ്രകാശനം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വികസന രേഖ 24x7 എന്ന് പറയുന്ന വികസന രേഖ തന്നെ 10-70 പേജുള്ള വികസന രേഖ പ്രസിദ്ധീകരിച്ചത് തന്നെ പ്രകാശനം ചെയ്തത് സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനാണ്. അത് പ്രസിദ്ധീകരിച്ചിട്ട് ഏകദേശം 10 ദിവസമായി. BJPയുടെ ഭാഗത്തു നിന്നോ LDFന്റെ ഭാഗത്തു നിന്നോ 10 വർഷത്തെയാണോ അതോ 5 വർഷത്തെ ആ വികസന രേഖയുമായി ബന്ധപ്പെട്ട് ഒരു വിമർശനം പോലും അദ്ദേഹം അക്കമിട്ട് നിരത്തിയിട്ടുള്ള കണക്കുകളെ സംബന്ധിച്ച് LDFനോ BJPക്കോ ഒരു വിമർശനം പോലും ഉന്നയിക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിലെ വസ്തുതകളെ അവർക്ക് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ MP എന്ന നിലയിൽ ശ്രീ NK പ്രേമേന്ദ്രന്റെ നേട്ടം ഒരു ഭാഗത്ത്, മറുഭാഗത്ത് സ്വാഭാവികമായി താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരു MLA ആണ് മത്സരിക്കുന്നത്. നമുക്ക് സംവദിക്കാം, തയ്യാറാണ്. UDFന്റെ സ്ഥാനാർത്ഥി ശ്രീ NK പ്രേമേന്ദ്രൻ തന്നെ അദ്ദേഹം സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ് തൊട്ടുപിറകെ LDFന്റെ സ്ഥാനാർത്ഥി ശ്രീ M മുകേഷ് ആയപ്പോൾ മുകേഷ് 8 വർഷമായി ഈ നിയോജകമണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, കൊല്ലം അസംബ്ലി മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനത്തെ സംബന്ധിച്ചും UDF സ്ഥാനാർത്ഥിയായ ശ്രീ NK പ്രേമേന്ദ്രൻ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ നടത്തിയുള്ള വികസന പ്രവർത്തനത്തെ സംബന്ധിച്ചും ഒരു ഓപ്പൺ ഡിബേറ്റിന് ക്ഷണിച്ചത് ശ്രീ NK പ്രേമേന്ദ്രൻ തന്നെയാണ്. ശ്രീ മുകേഷിന്റെ സൗകര്യാർത്ഥം അദ്ദേഹം പറയുന്ന സ്ഥലത്തും സമയത്തും ഏത് തരത്തിലുള്ള സംവാദത്തിനും ഞാൻ തയ്യാറാണ്. മണ്ഡലത്തിലെ വികസന നേട്ടങ്ങളുമായി ജനപ്രതിനിധികൾ എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച്, ജനപ്രതിനിധികളുടെ കഴിവുകളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അവർ നടത്തിയിട്ടുള്ള വികസന കാര്യങ്ങളെ സംബന്ധിച്ച്, അവർ നടത്തിയിട്ടുള്ള ഇടപെടലുകളെ സംബന്ധിച്ച് ചർച്ച നടത്താൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് ഇന്ന് വരെ ഓടി ഒളിച്ച ചരിത്രം മാത്രമാണ് ശ്രീ M മുകേഷിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് തല ഉയർത്തി പിടിച്ചുകൊണ്ട് നെഞ്ച് വിരിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ നിയോജകമണ്ഡലത്തിലെ വോട്ടർമാരെ സമീപിക്കാൻ കഴിയും. ഞങ്ങളുടെ മുമ്പിലുള്ളത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ദുഷ്ചെയ്തികൾ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഞങ്ങളെ സംബന്ധിച്ച് MP എന്ന നിലയിൽ ശ്രീ NK പ്രേമേന്ദ്രന്റെ വികസന നേട്ടങ്ങൾ, അദ്ദേഹം പാർലമെന്റിൽ നടത്തിയുള്ള ഇടപെടലുകൾ, അദ്ദേഹം കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കൊണ്ടുവരുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ, അതിനപ്പുറം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ അവൈലബിലിറ്റി, ഇത്രയും കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്. ശ്രീ MA ബേബിക്ക് കഴിയാത്തത്, ശ്രീ KN ബാലഗോപാലിന് കഴിയാത്തത് മുകേഷിന് കഴിയില്ല എന്ന് മാത്രമല്ല, ഞങ്ങളുടെ ഭൂരിപക്ഷം 2 ലക്ഷം കടക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവും. അതാണ് ആത്മവിശ്വാസം. ഇപ്പോൾ നമുക്കൊപ്പം ഈ ചർച്ചയിൽ ശ്രീ ഗോപകുമാർ NTയുടെ പ്രതിനിധി കൂടി പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. സ്വാഗതം സർ. അപ്പോൾ പറഞ്ഞത് കേട്ടല്ലോ, ഏറ്റവും ഒടുവിൽ അദ്ദേഹം അത് സംക്ഷിപ്ത രൂപത്തിൽ പറയുകയും ചെയ്തു. എന്തൊക്കെയാണ് തങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ മികവ് എന്ന തരത്തിലേക്ക് വികസനമുണ്ട്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ഭരണവിരുദ്ധ വികാരം, ഒപ്പം തന്നെ പാർലമെന്റിൽ എന്തെല്ലാം തരത്തിലൂടെ ഇടപെടൽ നടത്തി മികച്ച പാർലമെന്റേറിയൻ എന്ന കാര്യത്തിൽ താങ്കൾക്കും തർക്കമുണ്ടാകില്ല എന്ന് എനിക്ക് കരുതാം. അപ്പോൾ എന്താണ് ഈ പ്രേമചന്ദ്രന് ചെക്ക് വയ്ക്കാൻ M മുകേഷിന് എങ്ങനെ കഴിയും, MA ബേബിക്ക് കഴിയാത്തത്, KN ബാലഗോപാലിന് കഴിയാത്തത്, ഇത് ഇദ്ദേഹത്തിന് എങ്ങനെ കഴിയും? എന്താണ് നിങ്ങളുടെ ആത്മവിശ്വാസം? 3 കാര്യങ്ങളാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടത്. അതിലൊന്ന്, പാർലമെൻറ്റിൽ ഒരു MP എന്ന നിലയിൽ മിസ്റ്റർ പ്രേമചന്ദ്രൻ നടത്തിയ പ്രസംഗങ്ങളും പ്രമേയങ്ങളും ചർച്ചകളും ഇതിൻ്റെയൊക്കെ കണക്കാണ് പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത്. നിങ്ങൾ മനസ്സിലാക്കപ്പെടേണ്ടത്, രാജ്യം വളരെ വലിയ സങ്കീർണമായ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ 10 വർഷം എന്ന് പറയുന്നത്. നാം ഉയർത്തിപ്പിടിച്ച ഭരണഘടന അത് ബലിയർക്കപ്പെടുന്ന സാഹചര്യം, ഇന്ത്യൻ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും തകർത്തെറിയപ്പെടുന്ന സന്ദർഭങ്ങൾ, ഈ സന്ദർഭങ്ങളിൽ ഒരു MP ഇന്ത്യൻ പാർലമെൻറ്റിൽ സ്വീകരിച്ച സമീപനം എന്ത് എന്ന് രേഖകൾ പരിശോധിക്കുമ്പോൾ വട്ടപൂജ്യമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരു ഉദാഹരണം തന്നെ ചൂണ്ടിക്കാണിച്ചാൽ, AKG ഇന്ത്യൻ പാർലമെൻറ്റിലെ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധിയായിരുന്നു. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. 75 ജൂൺ 25 നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം കശാപ്പ് ചെയ്തുകൊണ്ട് ശ്രീമതി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ രാജ്യത്ത് പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപിക്കപ്പെട്ട സന്ദർഭത്തിൽ സഖാവ് AKG ഇന്ത്യൻ പാർലമെൻറ്റിൽ നടത്തിയ ഒരു പ്രസംഗമുണ്ട്. ഒരു പെൺ ഹിറ്റ്ലർ ഇന്ത്യയിൽ ജനിച്ചിരിക്കുന്നു,
ജനാധിപത്യം കുരുതി ചെയ്യപ്പെട്ടിരിക്കുന്നു. ആ ജനാധിപത്യം വീണ്ടെടുക്കാൻ ഇന്ത്യയിലെ ജനകോടികൾ ഒന്നിക്കണം എന്ന് AKG നടത്തിയ പ്രസംഗമാണ് ഇന്ത്യയിലൊരു ബദൽ രൂപപ്പെടുന്നതിനും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി റായ്ബറേലി തോക്കുന്നതിനും രാജ്നാരായണൻ ജയിക്കുന്നതിനും ഒരു മതേതര ജനാധിപത്യ മുന്നണി രാജ്യത്ത് രൂപം കൊള്ളുന്നതിനും ഇടവരുത്തിയ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ട് എന്നതിനെ സംബന്ധിച്ച് പാർലമെൻറ്റിലെ ജനാധിപത്യത്തിലെ പാർലമെൻറ്റ് നടത്തിയ പ്രസംഗങ്ങളുടെ രേഖകൾ പരിശോധിക്കപ്പെട്ടാൽ നമുക്ക് കാണാൻ കഴിയും. ജനാധിപത്യം കശാപ്പ് ചെയ്യുന്നു പ്രേമേന്ദ്രൻ. അതിനെതിരായി ജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടി ഇന്ത്യൻ പാർലമെൻറ്റിൽ നടത്തിയ പ്രസംഗത്തിൻ്റെ നിർണായകമായ 2 വരികൾ മിസ്റ്റർ ജ്യോതികുമാറിന് പറയാൻ കഴിയും. മതേതരത്വത്തെ പിച്ചുചെന്തുന്നു, മതന്യൂനപക്ഷങ്ങൾ നമ്മുടെ രാജ്യത്ത് കശാപ്പ് ചെയ്യപ്പെടുന്നു. ലോകം മുഴുവൻ ഇന്ത്യയിൽ നടക്കുന്ന ന്യൂനപക്ഷ വേട്ടയെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലോകത്ത് നടക്കുന്ന ന്യൂനപക്ഷ വേട്ടകളിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലാണ് എന്ന് പറയുമ്പോൾ പ്രേമചന്ദ്രൻ അതിനെക്കുറിച്ച് നടത്തിയ പ്രതികരണങ്ങൾ എന്ത്? കേരളത്തിൽ നിന്നൊരു MP പോകുമ്പോൾ കേരളത്തിൻ്റെ താല്പര്യങ്ങൾ പ്രധാനമാണ്. ആ താല്പര്യങ്ങൾ ബലിയഴിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ ശബ്ദമുയർത്തി കേരളീയരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ, കേരളത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അദ്ദേഹം ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. മറ്റൊന്ന് മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളാണ്. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് കിടക്കുമ്പോൾ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ 10 വർഷവും അതിനു മുമ്പ് കോൺഗ്രസ് പ്രതിനിധിയായിരുന്ന മിസ്റ്റർ പീതാംബരക്കുറുപ്പിൻ്റെ 5 വർഷവും നമ്മുടെ ജില്ലയ്ക്ക്, നമ്മുടെ മണ്ഡലത്തിന് വട്ടപൂജ്യമായിരുന്നു എന്നത് പരിശോധിക്കപ്പെട്ടാൽ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ള. എന്തിന് ഒരു ഉദാഹരണം നമ്മൾ ചോദിച്ചാൽ, പാർവതി മിൽ കൊല്ലം ജനതയുടെ വൈകാരികമായ ഒന്നാണ്. കൊല്ലം പാർവതി മിൽ ബ്രിട്ടീഷ് ഭരണകാലത്തിന് മുമ്പ് തന്നെ ആ കാലത്ത് സ്ഥാപിക്കപ്പെട്ട കൊല്ലം പാർവതി മിൽ, അവിടെയാണ് RSPയുടെ നേതാവായിരുന്ന കൊല്ലം MP ആയിരുന്ന മിസ്റ്റർ സഖാവ് N. ശ്രീകണ്ഠൻ നായർ ആ തൊഴിലാളികളെ 2000 തൊഴിലാളികൾ പണിയെടുത്തുകൊണ്ടിരുന്ന അവിടെ തൊഴിലാളികളുടെ താല്പര്യങ്ങൾ വെളിയടിച്ചപ്പോൾ ഐതിഹാസിക പോരാട്ടങ്ങൾ നടത്തി. ആ പോരാട്ടത്തിൻ്റെ ഭാഗമായി ശ്രീകണ്ഠൻ നായർ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തു. നിരവധി ആളുകൾക്ക് ഭീകരമായ മർദ്ദനങ്ങളേറ്റു. ആ മർദ്ദനങ്ങളുടെ സ്മരണ പുതുക്കുന്ന ദിനങ്ങളാണ് എടവം 11, 12 ഇപ്പോഴും RSP ആചരിക്കുന്ന ദിനമാണ്. ശ്രീകണ്ഠൻ നായർ പ്രസിഡൻ്റായിരുന്ന പാർവതി മില്ലിൻ്റെ UTUCയുടെ പ്രസിഡന്റ് മിസ്റ്റർ പ്രേമേന്ദ്രനാണ്. അദ്ദേഹം MP ആയി കാലുകുത്തിയതിന് ശേഷം ഈ 2000 തൊഴിലാളികൾക്ക് ഒരു ദിവസം പോലും സൈറൻ അടിക്കുന്നത് കേട്ടുണർന്ന് പണി കൊടുക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല അടച്ചുപൂട്ടപ്പെട്ട് വഴിയാധാരമാക്കി മാറ്റിയതാണോ വികസനത്തിൻ്റെ നേട്ടമെന്ന് പറയുന്നത്? കൊല്ലം എന്ന് പറഞ്ഞാൽ കശുവണ്ടിയുടെ നാടാണ്. കശുവണ്ടി വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുകയാണ്. ആ ഇറക്കുമതി ചെയ്യുന്ന കശുവണ്ടിയുടെ നേർക്ക് 12% നികുതി കേന്ദ്രം കൊണ്ടുവന്നപ്പോൾ പ്രേമേന്ദ്രൻ കൈയടിച്ച് പാസ്സാക്കി. ഇങ്ങോട്ട് ആവശ്യം പോലെ കശുവണ്ടി പരിപ്പ് ഇറക്കുമതി ചെയ്യാനുള്ള നയം കേന്ദ്രം സ്വീകരിച്ചപ്പോൾ അതിനും MP കുഴലൂത്ത് നടത്തി. അത് കശുവണ്ടി വ്യവസായം ഈ പാർവതി മില്ലിനെ പോലെ തന്നെ തകർന്നറിയുന്നതിന് കാരണമായി. ഇതൊക്കെയാണോ വികസന നേട്ടമെന്ന് പറയുന്നത്? പ്രിയപ്പെട്ട ഞങ്ങൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥി 7.5 വർഷക്കാലമായി സഖാവ് മുകേഷ് കൊല്ലത്തിൻ്റെ MP MLA അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ MLA നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഞാൻ തൊട്ട് കളിക്കാം, വണ്ടിക്കൂലി നൽകേണ്ട, എൻ്റെ വണ്ടിക്കകത്ത് ഞാൻ പെട്രോൾ അടിച്ച് ഞാൻ ഡീസൽ അടിച്ച് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കയറൂ, ഞാൻ തൊട്ട് കാണിക്കാം. ഇതുവരെ പ്രേമേന്ദ്രനോ UDFിലെ ഒരാളോ മുകേഷിന്റെ പ്രഖ്യാപനങ്ങൾ ഏറ്റെടുത്ത് അദ്ദേഹം പറഞ്ഞ പോലെ വികസന രേഖ മുന്നോട്ട് വെച്ചൊരു ബുക്കുണ്ടല്ലോ, ആ രേഖ മുന്നോട്ട് വെച്ചിട്ട് ഒരു സംവാദത്തിന് വെല്ലുവിളിച്ചു. അതിന് തയ്യാറായോ വികസന രേഖ സഖാവ് മുകേഷിന്റെ പുറത്തിറക്കിയിട്ടുണ്ട്. ആ വികസന രേഖയും ഇവിടെ ഇറക്കിയിരിക്കുന്ന 7 അസംബ്ലി മണ്ഡലങ്ങൾ ചേരുന്നിടത്ത് MPയും തമ്മിൽ നടപ്പിലാക്കിയിട്ടുള്ള വികസനങ്ങളിൽ ഏതാണ് കൊല്ലം ജില്ലയ്ക്ക് പ്രയോജനകരമായിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് ഇവിടെ വെച്ച് പരസ്യമായൊരു സംവാദത്തിന് മിസ്റ്റർ ചാമക്കാല തയ്യാറുണ്ടെങ്കിൽ വെല്ലുവിളിക്കുന്നു, ഞങ്ങൾ അതിന് തയ്യാറാണ്. അല്ല, അതിന് സ്ഥാനാർത്ഥി തന്നെ മറുസ്ഥാനാർത്ഥിയെ വെല്ലുവിളിച്ചല്ലോ, ഒരു സംവാദത്തിന് തയ്യാറാണോ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ അതെന്തുകൊണ്ട് ഏറ്റെടുക്കുന്നില്ല? ഈ സ്ഥാനാർത്ഥി ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി സഖാവ് M. മുകേഷ് ഇന്ന് സ്വീകരണ കേന്ദ്രത്തിൽ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അദ്ദേഹം അന്ന് മുതൽ ഇന്ന് വരെ നടക്കുന്ന എല്ലാ സ്വീകരണ യോഗത്തിലും പറയുന്നത് വികസനം ഞാൻ തൊട്ട് കാണിക്കാം, പ്രേമേന്ദ്ര തയ്യാറുണ്ടോ, അങ്ങേക്ക് സമയമില്ലെങ്കിൽ ഒരു അനുയായിയെ വിടൂ എന്ന് പറഞ്ഞിട്ട് ആ വെല്ലുവിളി ഏറ്റെടുത്തിട്ടില്ല.
ഇപ്പം 24 ശരി, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിച്ചിരിക്കുന്നു. പക്ഷേ ആരും അത് ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ്. ശരി, നാളെ വരാമെങ്കിലും മറ്റന്നാ വന്നാലും ശരി, അദ്ദേഹത്തിന്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഇടതുപക്ഷം തയ്യാറാണ്. ശരി. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞതിന് ഘടകവിരുദ്ധമായി ചില കാര്യങ്ങൾ, അത് ഞാൻ മറുപടിയിലേക്ക് എത്താം. ശ്രീ ഗോപകുമാർ, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ഇവരൊക്കെ പറയുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ വിലയിരുത്തലാകും, ഒപ്പം വികസനം, അത് MLA-യെയും MP-യെയും ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ നിങ്ങൾ എന്താണ് മുന്നോട്ട് വെക്കുന്നത്? ഇപ്പോൾ G. കൃഷ്ണകുമാർ എന്ന സ്ഥാനാർത്ഥി ഏറ്റവും ഒടുവിൽ പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ എന്ത് മുന്നോട്ട് നിർത്തിയാണ് നിങ്ങൾ G. കൃഷ്ണകുമാർ എന്ന സ്ഥാനാർത്ഥിയെ ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്നത്? ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാക്കുന്നത് 2014 മുതൽ 24 വരെ ഈ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ, അടിസ്ഥാന വികസന മേഖലയിൽ നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, അത് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ. ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഭാരതത്തിലെ സാധാരണക്കാർ, പാവപ്പെട്ടവർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, അവരുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ധനസഹായം എത്തിച്ച ആദ്യ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിജി. കിസാൻ സമ്മാൻ നിധി, ഭാരതത്തിലെ കർഷകർ അവരുടെ അക്കൗണ്ടിലേക്ക് 6000 രൂപ എത്തുന്നു. എത്ര കർഷകർ ആത്മഹത്യ ചെയ്തു രാജ്യത്ത് ആത്മഹത്യ ചെയ്ത കർഷകരുടെ കാര്യങ്ങളെ കുറിച്ച് നമുക്കറിയാം. കേരളത്തിൽ ആത്മഹത്യ നടന്നില്ലേ? കർഷക ആത്മഹത്യ അല്ല, രാജ്യത്ത് കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റിന്റെ പിടിപ്പുകേടുകൊണ്ട് ഈ സംസ്ഥാനത്ത് നെല്ലുൽപാദന മേഖലയിൽ കുട്ടനാട് അടക്കമുള്ള പ്രദേശത്ത് ആ കർഷകര്, നെൽകർഷകർ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് കേന്ദ്ര ഗവൺമെന്റ് നയവൈകല്യം കൊണ്ടാണോ? ഇവിടെ ഈ സംസ്ഥാനത്തിന്റെ പൈസ തരുന്നില്ല എന്ന സർക്കാരിന്റെ വലിയ ആരോപണം ഉണ്ടായിരുന്നു. അതിനുശേഷം ഏതാനും ആഴ്ചകൾക്ക് മുൻപ് കുറച്ച് പൈസ കിട്ടിയത് നമുക്കറിയാം. ആത്മഹത്യാ കുറിപ്പിൽ സംസ്ഥാന ഗവൺമെന്റിന് പിണറായിയെ പേരെടുത്തു പറഞ്ഞാണ് ആ കർഷകത്തിന്റെ ആത്മഹത്യാ കുറിപ്പിൽ പറഞ്ഞിട്ടുള്ളത്. ഈ രാജ്യത്ത് അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ GDP-യുടെ 20% ഇന്ന് കാർഷിക മേഖലയിൽ നിന്നാണ്. ആദ്യമായിട്ടാ കാർഷിക മേഖലയിൽ GDP-യുടെ 20% എന്നിട്ടാണോ കർഷക സമരത്തെ കണ്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. കർഷക സമരം ഇവിടെ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടെല്ലാണ് ഇവരൊക്കെ. അവരുടെ സമരം, അവരിങ്ങനെ ഇത്രയും കാലങ്ങളോളം സമരം ചെയ്യേണ്ടി വരുന്നത് ആദ്യത്തെ തവണയല്ലല്ലോ. താങ്കൾ തന്നെ ആ പോയിന്റ് കൃത്യമായി പറയുകയാണ്. മൊത്ത കച്ചവടമായി നിന്നവർക്ക് ഇന്ന് ഈ ഭാരതത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം രക്ഷയില്ല. മറിച്ച് സാധാരണക്കാർ, കർഷകർ, അവർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക്, കാർഷിക വിളകൾക്ക് കൃത്യമായ ന്യായവില ഉറപ്പാക്കിക്കൊണ്ട് കാർഷിക മേഖലയിൽ നിന്ന്, അതിൻ്റെ വിപണന മേഖലയിൽ നിന്ന് ഇടനിലക്കാരെ ഒഴിവാക്കിയതിൻ്റെ പ്രതിഷേധമാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് കണ്ടത്. ഇപ്പോൾ എവിടെ നിൽക്കുന്നു കർഷക സമരം? ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ ശ്രമിക്കുന്ന വിധ്വംസക കക്ഷികൾ, ഭീകരവാദികൾ അടക്കം സ്പോൺസർ ചെയ്തിട്ടുള്ളതാണ് ആ സമരമെന്ന് ഭാരതീയ ജനത തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് ആ സമരത്തിന് പിന്നീട് വലിയ പിന്തുണ കിട്ടാതെ പോയത്. ഞാൻ എടുത്തു പറയുന്നു, GDP-യുടെ 20% കാർഷിക മേഖലയിൽ നിന്നുള്ള വരുമാനത്തിന്റെ കൊല്ലത്തേക്ക് വന്നാൽ ഇവിടെ ഈ സ്ഥാനാർത്ഥിയെ നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത്, അതെ, നമ്മളൊന്ന് വഴിമാറി പോയതാണ്. ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ 10 വർഷക്കാലം നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഈ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനം, സാധാരണക്കാരന്റെ ജീവിത നിലവാരം ഉയർത്താൻ നേരിട്ട് അവന്റെ അക്കൗണ്ടുകളിലേക്ക് ധനസഹായം കൊടുക്കുക, അവന്റെ ജീവിത അഭിവൃദ്ധിക്ക് ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരിക്കുക, ഇതടക്കം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഒപ്പം ഇന്ത്യയുടെ, ഭാരതത്തിൻ്റെ അടിസ്ഥാന വികസന മേഖലയിൽ, അത് റെയിൽവേ പാളങ്ങളാകട്ടെ, ദേശീയപാതയുടെ വികസനമാകട്ടെ, വിമാനത്താവളങ്ങളുടെ വികസനമാകട്ടെ, തുറമുഖങ്ങളുടെ വികസനമാകട്ടെ, ലോകത്തിലെ ഏത് അന്താരാഷ്ട്ര സമൂഹത്തോടും മത്സരിക്കത്തക്ക രീതിയിൽ ഭാരതത്തിൻ്റെ അടിസ്ഥാന വികസന മേഖലയിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ, ഒപ്പം ദരിദ്രർ, പാവപ്പെട്ടവർ, അവർക്ക് വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ള ആ വികസന പദ്ധതികളാണ് 10 വർഷക്കാലം ഈ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള വികസന പദ്ധതികളാണ് ഇന്ന് കൊല്ലം ലോകസഭാ മണ്ഡലത്തിൽ ചർച്ചാ വിഷയമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് 400-ലധികം സീറ്റുകളിലേക്ക് NDA സഖ്യം, BJP നേതൃത്വം കൊടുക്കുന്ന NDA സഖ്യം പോകുമെന്ന് പറയുന്നത് ഭാരതത്തിലെ ജനങ്ങൾ അർപ്പിച്ചുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ വികസന പ്രവർത്തനങ്ങൾ കൊല്ലം ലോകസഭാ മണ്ഡലത്തിൽ ഉണ്ടാവണമെങ്കിൽ നരേന്ദ്രമോദിയെ അനുകൂലിക്കുന്ന ഒരു പ്രതിനിധി ഉണ്ടാവണം. ഇവിടെ ചില സൂചനകളൊക്കെ പറഞ്ഞു. ആദ്യമായിട്ട് പ്രേമചന്ദ്രൻ ഇങ്ങനൊരു വികസന രേഖ പുറത്തിറക്കുന്നത് ശ്രീ ചാമക്കാല സൂചിപ്പിച്ചു. 96-ലും അദ്ദേഹം ഇവിടുത്തെ MP ആയിരുന്നു, 2014-ലും 98-ലും MP ആയിരുന്നു,
രാജ്യസഭാ അംഗമായി. കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ 2014 മുമ്പ് പ്രേമചന്ദ്രൻ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനം എന്ത്? ഇതിനകത്ത് ഇത് എനിക്ക് തോന്നുന്നു 2-3 കോപ്പി ഉള്ളെന്ന് തോന്നുന്നു. അധികം ആൾക്കാരെയൊന്നും വീടുകളിലൊന്നും ഈ കോപ്പി കൊടുത്തിട്ടില്ല. അങ്ങനെ കോപ്പി കൊടുക്കാൻ പറ്റത്തില്ല. കാര്യം ഈ വികസന രേഖയിൽ പറഞ്ഞിട്ടുള്ളത് 10 വർഷക്കാലം നരേന്ദ്രമോദിയുടെ സർക്കാർ ഈ രാജ്യത്ത് ദേശീയപാതയുടെ വികസനം പ്രേമചന്ദ്രൻ ഇന്ത്യൻ പാർലമെന്റ് ചോദിച്ചിട്ടാണോ കേരളത്തിൽ ദേശീയപാതയുടെ വികസനം നടന്നത്? കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ വികസനം ഇന്ത്യൻ പാർലമെന്റിൽ പ്രേമചന്ദ്രൻ ചോദിച്ചിട്ടാണോ ആ വികസന പ്രവർത്തനം നടന്നത്? ഇന്ത്യയിൽ 528 റെയിൽവേ സ്റ്റേഷനുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തി. 3 കേരളത്തിലാ, എറണാകുളം സൗത്തും എറണാകുളം നോർത്തും കൊല്ലവും. ആ റെയിൽവേ സ്റ്റേഷനുകൾ അന്താരാഷ്ട്ര സ്റ്റേഷനൊക്കെ 300 കോടിയിലധികം അല്ലേ ചാമക്കാല? 300 കോടിയിലേറെ രൂപ മുടക്കി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തുമ്പോൾ അതിൽ എംപിക്ക് ഒരു പങ്കുമില്ല. ഇന്ത്യയിലെ 508 റെയിൽവേ സ്റ്റേഷനുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് ചില മാനദണ്ഡങ്ങൾ വെച്ചു. കൊല്ലത്തെ ആ മാനദണ്ഡം എന്താ? ഏറ്റവും വിസ്തൃതിയുള്ള പ്ലാറ്റ്ഫോം ഉള്ളത്, ഏറ്റവും കൂടുതൽ ട്രാക്കുകൾ ഉള്ളത്. അങ്ങനെ ഭാരതത്തിന്റെ ഗവൺമെന്റ്, നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഈ 528 റെയിൽവേ സ്റ്റേഷനുകളെയും ആ തരത്തിലേക്ക് ഉയർത്തുന്നതിന് ചില മാനദണ്ഡങ്ങൾ വെച്ചു. ആ മാനദണ്ഡങ്ങളിൽ മുന്നിൽ നിന്ന കേരളത്തിലെ 3 റെയിൽവേ സ്റ്റേഷനുകൾക്കാണ് അതിന്റെ പണി പോലെ ഏതാണ്ട് പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഇവർ തമ്മിൽ തർക്കം എന്താ? പാർലമെന്റിൽ ഞങ്ങൾ 524 ക്വസ്റ്റ്യൻ ചോദിച്ചു. അദ്ദേഹം സൂചിപ്പിച്ചു 77 AKG ഉജ്ജ്വലമായ പ്രസംഗം നടത്തി. ഈ പ്രസംഗവും ചോദ്യവും അല്ല ജനത്തിന് വേണ്ടത്. ജനത്തിന് വേണ്ടത് അവരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന പദ്ധതികൾ, അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്ന പദ്ധതികൾ. അല്ലാതെ പാർലമെന്റ് ചോദ്യം തമ്മിൽ തർക്കം എന്താ? അവർ രണ്ടും ഒരേ മുന്നണിക്കാരാ. തർക്കം എന്താ? MLA ഒന്നും ചെയ്തില്ല, MP ഒന്നും ചെയ്തില്ല. ഒരേ മുന്നണിയുടെ 2 പേർ. ഇത് തന്നെയാണ് ഇവിടെ രാഷ്ട്രീയം പറയാം. നമ്മൾ ഇന്ന് രാഷ്ട്രീയം പറയുന്നത് കൊല്ലത്താണ്. കടപ്പാക്കട സ്പോർട്സ് ക്ലബിന് മുന്നിലാണ് നമ്മൾ പരിപാടി അവതരിപ്പിക്കുന്നത്. നമുക്കൊപ്പം അതിഥികളോടൊപ്പം തന്നെ പ്രബുദ്ധരായ വോട്ടർമാരുമുണ്ട്. വോട്ടേഴ്സിന് കുറെ കാര്യങ്ങൾ 3 പേരോടും ചോദിക്കാനുണ്ട്. അതിന് മുൻപായി വളരെ ചുരുക്കി ശ്രീ ജ്യോതികുമാർ ചാമക്കാല 2 പേരും പറഞ്ഞതിന് മറുപടി ചുരുക്കി. ഞാൻ 2 പേര് പറഞ്ഞതിന് മറുപടി മാത്രമേ പറയുന്നുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ മതി. ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറഞ്ഞത് ശ്രീ പ്രേമചന്ദ്രൻ കേരളത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നില്ല, അദ്ദേഹം താല്പര്യങ്ങൾ ബലിയഴിക്കുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഈ സാമ്പത്തിക പ്രതിസന്ധിയുമായി വന്നപ്പോൾ ഉണ്ടായ സംഭവത്തിനെ കുറിച്ചായിരിക്കാം ഒരുപക്ഷെ പറഞ്ഞെന്ന് തോന്നുന്നു അല്ലേ? ഏതോ ആയിക്കോട്ടെ. ശരി. ശ്രീ പ്രേമചന്ദ്രൻ തുടർച്ചയായി ജയിക്കുന്നത് കേരളത്തിലെ അല്ലെങ്കിൽ കൊല്ലത്തിന്റെ ജനങ്ങളുടെ താല്പര്യങ്ങൾ നിഷേധിക്കുന്നതുകൊണ്ടല്ലോ. ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടതാണല്ലോ. അദ്ദേഹം പാർലമെന്റിലേക്ക് പോകുന്നത് ഓട് പൊളിച്ചിട്ടല്ലോ. അപ്പോൾ അദ്ദേഹം തുടർച്ചയായി ജയിക്കുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവ് തന്നെയാണ് അടിസ്ഥാനം എന്ന കാര്യത്തിൽ തർക്കവും വേണ്ട. പിന്നെ അദ്ദേഹം പറഞ്ഞു പാർവതി മില്ലുമായി ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. പാർവതി മില്ലുമായി ബന്ധപ്പെട്ട് 22 തവണ വിവിധ നിർദ്ദേശങ്ങളുമായി പാർലമെന്റിൽ സമീപിച്ചതിനെ സംബന്ധിച്ച് ഞങ്ങൾ രേഖകൾ പുറത്തുവിട്ടിട്ടുണ്ട്. നിഷേധിക്കാൻ കഴിയുമോ? ഒന്ന്. രണ്ടാമത്തേത്, പാർവതി മില്ല് പൂട്ടിയ സമയത്ത് ഈ സ്ഥലത്തെ MP-യുടെ പേര് P. രാജേന്ദ്രൻ എന്നായിരുന്നു എന്ന കാര്യം താങ്കൾ മറക്കാതിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇനി അദ്ദേഹം പറഞ്ഞു കശുവണ്ടി മേഖലയിലെ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമാണ് അദ്ദേഹം പാർലമെന്റിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ. ഇതിനെ സംബന്ധിച്ചൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രാജ്യത്തിന്റെ പക്ഷേ എൻ്റെ ഒരു സംശയം ശ്രീ ജ്യോതികുമാർ, ഈ കശുവണ്ടിയുടെ കാര്യം പറഞ്ഞുകൊണ്ടുണ്ട്, ഈ ഒരുപാട് ഫാക്ടറികൾ അടച്ചുപൂട്ടി എന്ന് പറയുന്നത് ശരിയല്ലേ? അങ്ങനെ ഒരു എന്നേക്കാൾ നല്ലത് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കുന്നതാണ്. കാരണം എന്താ അറിയാമോ? അദ്ദേഹം കശുവണ്ടി വികസന കോർപ്പറേഷന്റെ ചെയർമാനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ സർക്കാർ പറഞ്ഞിരുന്നത് പൂട്ടിക്കിടക്കുന്ന കശുവണ്ടി ഫാക്ടറികൾ ഏറ്റെടുക്കുമെന്നാണ്. അത് സ്വകാര്യ വ്യക്തികളുടെ ആണെങ്കിലും ഏറ്റെടുക്കുമെന്നാണ്. എത്ര എണ്ണം പ്രവർത്തിക്കുന്നുണ്ടെന്ന് അദ്ദേഹം തന്നെ കണക്ക് പറയട്ടെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അത് ആ രംഗം പാടെ തകർന്നിരിക്കുന്നു. ഇനി പാർലമെന്റിലെ ഇടപെടലിനെ സംബന്ധിച്ച് പറഞ്ഞു. പാർലമെന്റിലെ അദ്ദേഹത്തിന്റെ ഇടപെടലുകളെല്ലാം പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. ഇന്ത്യയുടെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കേണ്ടതിന്റെ ആവശ്യകതയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് നടത്തിയിട്ടുള്ള ഇടപെടലുകൾ ഇവരെയൊക്കെ അസ്വസ്ഥരാക്കുന്നത് ഇത്തരത്തിലൊരു MP-യുടെ ഇടപെടലുകളും അദ്ദേഹത്തിന്റെ പാർലമെന്റിലെ പെർഫോമൻസുമാണ്. അദ്ദേഹം ഒരുപക്ഷെ കരുതുന്നത് ശിവൻകുട്ടിയെ പോലെ സംഹാര താണ്ഡവമാടി സ്പീക്കറുടെ ഡൈസ് അടിച്ചു തീർക്കണമെന്നൊക്കെ ആയിരിക്കാം. പക്ഷെ അങ്ങനെയല്ല എന്ന് ഒരു MP എങ്ങനെ ആയിരിക്കണമെന്ന് തെളിയിക്കുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞത് മുകേഷ് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ തുടക്കം മുതൽ പറയുന്നു, ജനങ്ങൾ കേൾക്കട്ടെ, പരസ്യമായൊരു സംവാദമാകാം. ഓരോ വ്യക്തികളും നടത്തിയിട്ടുള്ള വികസന കാര്യങ്ങളെ സംബന്ധിച്ച് പരസ്യ സംവാദമാകാം. അതിന് LDF തയ്യാറാകുന്നില്ല. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന BJP എന്താ പറയുന്നത്? ഒരാൾ MP-യെ കുറിച്ച് പറയുന്നു, ഒരാൾ MLA കുറിച്ച് പറയുന്നു. അവർക്ക് MP-യും MLA-യും ഇല്ലാത്തതിന് ഇപ്പം നമ്മളെ കുറ്റപ്പെടുത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? എന്ത് പറഞ്ഞിട്ടും സംസ്ഥാനത്ത് ഒരു MP-യോ MLA-യോ ഉണ്ടാകാൻ കഴിയാത്തതിന് ഞങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് സാധാരണക്കാർക്ക് വേണ്ടി ഒട്ടേറെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതാണ് അവർ മുന്നിലേക്ക് വെക്കുന്നത്, ജനങ്ങളുടെ മുന്നിലേക്ക്. ഞാൻ പറഞ്ഞത് ജനാധിപത്യത്തിൽ നമ്പറിനൊരു പ്രസക്തി ഉണ്ടല്ലോ. ആ നമ്പറിലേക്ക് കടന്നു വരാൻ കഴിയാത്തതിന് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ. ഇനി അദ്ദേഹം പറഞ്ഞത് അവർ 400-ന്റെ കണക്ക് പറയുന്നത് മോഹങ്ങൾ ഒരുപാടാകാം.
ശരി. ഒരു പരിധിയുമില്ല. ഓക്കെ. ഞാൻ അദ്ദേഹം പറഞ്ഞതിന് മാത്രം പറയട്ടെ. കാർഷിക മേഖലയെ കുറിച്ച് പറഞ്ഞു. കാർഷിക മേഖലയെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം കർഷകർ ആത്മഹത്യയെ കുറിച്ചൊക്കെ വളരെ ലാഘവത്തോടെയാണ് കാണുന്നത്. ഇന്ത്യ രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിഷേധമാണ് കർഷക മാർച്ച്, കർഷക സമരം എന്ന കാര്യത്തിൽ തർക്കവും വേണ്ട. ഇവിടെ ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഞങ്ങളുടെ മുന്നണി പ്രഖ്യാപിച്ചിട്ടുണ്ട് കർഷകർക്കുള്ള താങ്ങുവില അത് നിയമനിർമ്മാണത്തിലൂടെ അവരുടെ അവകാശമാക്കി മാറ്റുമെന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലൊരു പ്രഖ്യാപനം നടത്താൻ BJPക്ക് കഴിയുമോ? ഇനി അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ഇവിടെ വികസന നേട്ടങ്ങൾ, ഇവിടെ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ അച്ചടിച്ച് വിതരണം ചെയ്ത വികസന നേട്ടങ്ങളെ സംബന്ധിച്ച് 2 or 3 കോപ്പിയുള്ളതാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞങ്ങൾ എത്തിക്കുന്നുണ്ട്. മാത്രമല്ല താങ്കളുടെ സൗകര്യം അനുസരിച്ചല്ലോ, നിങ്ങളുടെ വീട്ടിലും എത്തിക്കും. മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് ആദ്യമായിട്ടാണ് അടിക്കുന്നതെന്നാണ്. അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ചൊന്നും ഒരു ബോധ്യമില്ലായിട്ടാണ്. എല്ലാ ജനപ്രതിനിധികളും കാലാകാലങ്ങളിൽ അവർ മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള വികസന രേഖകൾ അവർ നടത്തിയുള്ള ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിനെ സംബന്ധിച്ച് എനിക്കറിയാം. ഞാൻ വേറൊന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ വേറൊന്നും പറഞ്ഞില്ല. ഇനി അദ്ദേഹം പറഞ്ഞു റെയിൽവേ, കൊല്ലം പാർലമെന്റിൽ പെടുന്ന കൊല്ലം റെയിൽവേ സ്റ്റേഷൻ രാജ്യത്തെ നവീകരിക്കാൻ ഉദ്ദേശിച്ച 20 റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നായി തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ അദ്ദേഹം പറഞ്ഞ നോംസ് അനുസരിച്ചല്ല, MP-യുടെ ഇടപെടൽ മൂലമാണ് ആ 20-1 കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ പെടുന്ന കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ വികസനം വന്നിട്ടുള്ളത്. അത് പിന്നീട് താങ്കൾ കണക്കുകൾ പഠിക്കുമ്പോൾ ആദ്യം കണക്കുകൾ പഠിക്കണം. ആദ്യം 20 സ്റ്റേഷനുകൾ തെരഞ്ഞെടുക്കുമ്പോൾ തന്നെ അതിലൊന്നായി മാറി. മാത്രമല്ല അവിടെ ആദ്യം തന്നെ 528 റെയിൽവേ സ്റ്റേഷനുകളും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ വേണ്ടി തീരുമാനമെടുത്ത ഗവൺമെന്റ്. അല്ലല്ല, പറയൂ. ജനാധിപത്യത്തിൽ ആദ്യം മര്യാദ പഠിക്കണമെന്നേ. ശരി, പറയൂ, താങ്കൾ പറയൂ. അപ്പോ ജനാധിപത്യത്തിന് മര്യാദയൊന്നും പഠിപ്പിക്കാൻ തോന്നില്ല. അല്ല, BJP-ക്കാരെ പഠിപ്പിക്കാൻ ഞാൻ ആളല്ല. അവർക്ക് നിങ്ങൾ RSP-ക്കാരെയൊക്കെ പഠിപ്പിച്ചാൽ മതി. നിങ്ങൾ അതൊന്നും എന്നെ പഠിപ്പിക്കണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ഞങ്ങൾ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, MP നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട്. ഇവിടെ അവരെ ഇത്രയും നിമിഷമായിട്ട് BJP-യുടെ പ്രതിനിധി സംസാരിച്ചല്ലോ, കൃഷ്ണകുമാർ എന്നൊരു വാക്ക് ഉച്ചരിച്ചോ? BJP എന്ന സ്ഥാനാർത്ഥിയെ കുറിച്ച് പറഞ്ഞോ? കൃഷ്ണകുമാറിന് പരാതിയുണ്ട്. ഞാൻ അതിലേക്ക് വരാം. നമ്മൾ ഈ വോട്ടർമാർക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾക്ക് ആരോടാണ് ചോദിക്കാനുള്ള? ആരോടാണ്? BJP-യോടും കോൺഗ്രസിനോടും ഒരുമിച്ചങ്ങ് ചോദിക്കാമല്ലോ. ചോദിക്കുള്ളൂ. കൂട്ടുകെട്ടല്ലേ കാര്യം ചോദിക്കാന്ന് വെച്ചാൽ 2004 മുതൽ 2014 വരെ നമ്മുടെ രാജ്യം കൊടുക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്. ഒരു പതിറ്റാണ്ട് കാലം ഒരു അവിശുദ്ധതയെ നോക്കും. ഒരു പതിറ്റാണ്ടായപ്പോഴത്തേക്ക് കോൺഗ്രസ് എന്ന് പറഞ്ഞ ഈ രാജ്യം മൊത്തം ഇല്ലാതാക്കി, രാജ്യത്തിൻ്റെ പൊതുമേഖലയെ ഇല്ലാതാക്കി, രാജ്യത്തെ തൊഴിലുകൾ നഷ്ടപ്പെടുത്തിയ ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ UPA ഭരണകൂടത്തെ ഈ രാജ്യം തൂത്തെറിഞ്ഞ് പിന്നെ അവർ ഈ രാജ്യത്ത് തന്നെ ഉണ്ടോ ഇല്ലെന്നത് അവർക്ക് തന്നെ ബോധമില്ലാത്തതാണ്. അതേപോലെയാണ് ഏറ്റവും വലിയ കള്ളത്തരങ്ങൾ, നുണകളുടെ പ്രചാരകരായി വന്നവരാണ് നരേന്ദ്രമോദിയും അമിത്ഷാ കൂട്ടുകെട്ട്. ആ അമിത്ഷാ കൂട്ടുകെട്ട് പറഞ്ഞെന്താണ്? പ്രതിവർഷം 2 കോടി ജനങ്ങൾക്ക് തൊഴിൽ നൽകുമെന്നും അതോടൊപ്പം തന്നെ വിദേശത്ത് നമ്മുടെ കള്ളപ്പണം പിടിച്ചെടുത്ത് ഓരോ കുടുംബത്തിന് 15 ലക്ഷം രൂപ വെച്ച് കൊടുക്കുമെന്നും 50 രൂപയിൽ താഴെ പെട്രോൾ ഡീസൽ നൽകുമെന്നും അതോടൊപ്പം തന്നെ പാചകവാതക സിലിണ്ടർ 350 രൂപയിൽ താഴെ കൊടുക്കുമെന്നും പറഞ്ഞ് ആ കള്ളത്തരത്തിനും നമ്മുടെ രാജ്യം ഒരു പതിറ്റാണ്ട് സമയം കൊടുക്കുകയാണ്. ഒരു പതിറ്റാണ്ട് സമയം കൊടുക്കുകയാണ്. ഈ കള്ളത്തരങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് 2 കൂട്ടർക്കും ഒരു പതിറ്റാണ്ടിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല. എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് അതേ കപടത മാത്രമാണ് ഈ കൊല്ലം പാർലമെന്റിലെ MP പ്രേമചന്ദ്രൻ. ഒരു പതിറ്റാണ്ടായി. ഈ പതിറ്റാണ്ട് ആ കള്ളത്തരങ്ങൾക്ക് ഈ കൊല്ലം പാർലമെന്റ് ആ വ്യക്തിയെ അസ്തമിപ്പിക്കുമെന്ന കാര്യത്തിനകത്ത് ഒരു സംശയമില്ല. ഇവിടെ എവിടെയെങ്കിലും അദ്ദേഹത്തിന്റെ ലേബിളിൽ 7 അസംബ്ലി മണ്ഡലം ചേരുന്നതാണ് നമ്മുടെ പാർലമെന്റ്. ഈ 7 അസംബ്ലി മണ്ഡലത്തിൽ ഒരു വർഷം 5 കോടി രൂപ പ്രതിവർഷം പ്രാദേശിക വികസന ഫണ്ടുമായി MP ഫണ്ട് കിട്ടുന്നതാണ്. എവിടെയെങ്കിലും ഒരു ഹൈമാസ്, എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ സ്ഥാപിച്ചതായിട്ട് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, ഒരു ആംബുലൻസ് ഒന്നുമില്ല. ഈ കള്ളത്തരങ്ങള് അതെല്ലാം കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കാൻ ഇവർ ഏറ്റവും മുന്നിലാണ്. ഇതിന്റെ ഏതെങ്കിലും ഒരു സത്യാവസ്ഥ ചൂണ്ടിക്കാണിക്കാൻ നിന്നാൽ ഈ ജ്യോതിർ ചാമക്കാലയും ഇല്ല, BJP-യും ഇല്ല, ഒന്നുമില്ല. ഇതിന്റെ സത്യസന്ധത ഒന്ന് കാണിക്കാൻ അവരെ കൊണ്ട് കഴിയില്ല. അതാണ് നിലവിലുള്ള സത്യം. ശരി, അതാണ്. ഇപ്പൊ താങ്കൾ എന്താണ് പറയാനുള്ളത്? ആരോടാണ് ചോദ്യം? ആരോടാണ്? ജയമോഹൻ സാറിന്റെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്. സാറ് പറഞ്ഞു ഇവിടുത്തെ MP-യും MLA-യും MLA ചെയ്ത വികസന കാര്യങ്ങൾ MP ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഈ മുകേഷ് MLA ഇവിടെ ഏതാണ്ട് 10 വർഷമായി MLA തുടരുകയാണ്. അദ്ദേഹം 7.5 വർഷമായിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ അയാൾ MLA ആയതിനു ശേഷം ഉടനെ ഇവിടുത്തെ പത്രങ്ങളിലെല്ലാം ഒരു വാർത്ത വന്ന്, മനോരമ, മാതൃഭൂമി തുടങ്ങിയ പത്രങ്ങളിൽ വാർത്ത വന്നതെന്ന് പറയാം, കൊല്ലത്തെ
ഏറ്റവും വലിയ KSRC ബസ് സ്റ്റേഷൻ നിലംപതിക്കാൻ പോകുന്നു. അവിടെ ആളുകൾക്ക് ബസ് കയറാൻ പറ്റാത്ത സ്ഥിതിയായിരിക്കുന്നു. 2 നിലയും 3 നിലയും എല്ലാം ഇടിഞ്ഞു വീഴാൻ പോകുന്നു. ഇത് പുള്ളി വായിച്ചോന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അതിനുവേണ്ടി ഈ 8 കൊല്ലം ശ്രമിച്ചിട്ടും അവിടെ ഒരനക്കവും ഉണ്ടായിട്ടില്ല. ഇത് എന്താ അവസാനം ഒരു ദുരന്തം വരും. അവിടെ ബസ് കയറാൻ നിൽക്കുന്ന തലയിലെല്ലാം വന്ന് ഇടിഞ്ഞു വീഴും. അതാണ് നടക്കാൻ പോകുന്നത്. പിന്നെ വേറൊരു കാര്യം, അതിനടുത്തൂടെ തന്നെ റോഡ് പോകുന്നുണ്ട്, ആ കായലിന്റെ അന്നൂടെ. ആ റോഡിന്റെ ഒരു പണിയും നടന്നിട്ടില്ല കേട്ടോ. ഇതൊക്കെ ഒരു MLA മൂക്കിന് താഴെയുള്ള സാധനങ്ങളാണ്. അതുപോലെ എം പിയെ കുറിച്ച് പറയാം. അതുകൊണ്ട് ഈ MLAക്ക് അതുപോലും ചെയ്യാൻ കഴിവില്ല. പിന്നെ എങ്ങനെ MP ആയാ ചെയ്യുന്നത്? അതൊന്ന്. പിന്നെ MP കാര്യം, MP എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം റെയിൽവേ സ്റ്റേഷന്റെ അടുത്തൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ പുരാതനമായ റിവേഷനാണ് നമ്മളെല്ലാം പോയി കാണാം, ഓടിട്ടതാണ്. പക്ഷേ ഇത് 1972 പുതുക്കി പണിഞ്ഞ് ഏറ്റവും വലിയ ഇത് എന്തോ അതിൻ്റെ ഫുട്പാത്തല്ലേ എന്താ പറയുന്നത്, പ്ലാറ്റ്ഫോം, ഇന്ത്യയിലെ ഏറ്റവും 2ാമത്തെ വലിയ പ്ലാറ്റ്ഫോമാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം ശ്രീ എം പി ഇപ്പം തന്നെ ഇവിടെ കൊല്ലത്ത് നമ്മൾ ബസ്സിൽ പോകും കാണാം. അവിടെ എല്ലാം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏതാനും 6 മാസത്തിൽ ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടനം ചെയ്യുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ റിവേഷൻ ആദ്യ രീതിയിലുള്ള എയ്റോട്രാമിനായി വെല്ലുന്ന റിവേഷൻ MP സമ്മാനം ചെയ്യുന്നത് നമുക്കെല്ലാം കാണാം. ഓക്കെ, അപ്പൊ അതാണ്. അപ്പോ ഇവിടെ അങ്ങോട്ട് വരാം 2 സൈഡിലേക്കും പോകണമല്ലോ. എനിക്ക് രാഷ്ട്രീയ പ്രതിനിധികൾ 3 പേരോട് ഒരു ഓർമ്മപ്പെടുത്തലാണുള്ളത്. നമുക്കൊരു മെഡിക്കൽ കോളേജ് ഉണ്ട്, കൊല്ലം മെഡിക്കൽ കോളേജ് എന്നുള്ള പേര്. ജില്ലാ ആശുപത്രിയിൽ നിന്ന് റെഫർ ചെയ്യുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കേ പറ്റുന്നുള്ളൂ. ഈ അതിർത്തിയിൽ ESA കോർപ്പറേഷൻ ഒരു മെഡിക്കൽ കോളേജ് പണിഞ്ഞ് അവർക്കിത് ഉപയോഗിക്കാൻ കൊള്ളത്തില്ലെന്ന് പറ്റിയപ്പോൾ ഒരു പാഴ്വസ്തുവായി കളഞ്ഞപ്പോൾ നമ്മളെ കൊല്ലത്തിന് അത് അടിച്ചേൽപ്പിച്ചു. അതൊരു താലൂക്ക്, ഞാൻ അവിടെ പോയിട്ടുള്ളതാണ്, ഒരു താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ മാത്രമേ നടത്തുന്നുള്ളൂ. ഈ രാഷ്ട്രീയ പ്രതിനിധികൾ കൊല്ലത്തിനൊരു നല്ല മെഡിക്കൽ കോളേജ് ഉണ്ടാക്കാൻ എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല? സ്വകാര്യ മെഡിക്കൽ കോളേജുകളുമായിട്ടുള്ള ടൈപ്പാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, 2 ചോദ്യം 3 പേരോടുമാണ് ചോദിക്കുന്നത്. നിങ്ങളിവിടെ കാർഷിക മേഖല, മറ്റ് മേഖലയെല്ലാം പറഞ്ഞു. പാവപ്പെട്ട ഇന്ന് ജോലിക്ക് പോയില്ലെങ്കിൽ നാളത്തേക്ക് അന്നം കിട്ടാത്ത ഒരു ഭാഗമുണ്ട് കടൽ തീരത്ത് മത്സ്യത്തൊഴിലാളികൾ. അവരുടെ നീർന്ന പ്രശ്നങ്ങളാണ് കണ്ടാൽ നമുക്ക് സഹിക്കാത്ത പ്രശ്നങ്ങൾ. ഈ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നും അവർക്ക് വേണ്ടി ചെയ്യുന്നില്ല. അവരെ നികൃഷ്ടജീവികളായിട്ട് തന്നെ കണ്ടുനിൽക്കുന്നു. ഇത് മാറണം. അവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നൊന്നുകൂടെ പറഞ്ഞാൽ കൊള്ളാം. ശരി, പെട്ടെന്ന്. സാർ, നമ്മൾ LDFന്റെ പ്രതിനിധിയോടാണ് ചോദിക്കുന്നത്. സാറേ, ഞങ്ങളൊരു ദ്വീപിലാണ് താമസിക്കുന്നത്. ഇരേപുരം, കൂട്ടിക്കട, വാളത്തുങ്കൽ, വയനാട് എന്ന് പറയുന്ന സ്ഥലം ഒരു ദ്വീപ്. കാര്യം പറഞ്ഞാൽ കടലും കായലും തൊട്ടിപ്പുറത്തൂടെ കറങ്ങി വരുന്ന റെയിൽവേ ലൈനും. സാറേ, 3 കൊല്ലമായി ഇരേപുരം മേൽപ്പാലം ഇടിച്ച് പൊളിച്ചിട്ടിട്ട് അതിൻ്റെ പ്രവർത്തനവും മറ്റു കാര്യങ്ങൾ തുടങ്ങുന്ന പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ നാളിതുവരെ MLA നൗഷാദിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി കൈമലത്തും, NK പ്രേമേന്ദ്രൻ്റെ അടുത്ത് ചോദിച്ചാൽ പുള്ളി കൈമലത്തും. ഇത് എന്നാണ്, നിങ്ങൾ സാറിന് ഇപ്പം ഇവിടെ വെച്ച് പറയണം, എന്നാണ് ഇരേപുരം മേൽപ്പാലത്തിൻ്റെ പണി തീരുന്നതെന്ന്. കാര്യം കാലാകാലങ്ങളിൽ ഞങ്ങൾ നശിച്ച് നാറാണക്കല്ലായി. കാരണം എന്ന് വെച്ചാൽ പ്രസവം ഉൾപ്പെടെ മരണം ഉൾപ്പെടെ എന്ത് അപകടങ്ങൾ വരെ ആ റെയിൽവേ ലൈനിൽ തൊട്ടിപ്പുറം ഞങ്ങൾ അനുഭവിച്ചു വരികയാണ്. അതുകൊണ്ട് സാർ ഇപ്പം ഈ നിമിഷം പറ്റത്തില്ലെങ്കിൽ നമുക്ക് അടുത്ത പോകും വഴി എന്താണെന്ന് കൂടെ സാർ പറയണം. ശരി, അതാണ്. അപ്പോൾ ഇതിനുള്ള മറുപടി ഇതിനുള്ള മറുപടി വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ അതിനുള്ള മറുപടിയിൽ നമുക്ക് നേരത്തെ അവരൊക്കെ ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ കൂടി ഉണ്ടല്ലോ. ഞാൻ വരാം. അവരുടെ മറുപടിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് BJPയുടെ പ്രതിനിധി ഒരു കാര്യം ഉന്നയിച്ചല്ലോ. പാർലമെന്റിലെ ഈ കഴിഞ്ഞ മോഡിയുടെ ഭരണകാലം എന്ന് പറയുന്നത് ഒരുപാട് ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ അകറ്റിയ ഒരു കാലഘട്ടമാണ് എന്ന് ചില ക്ഷേമ പ്രവർത്തനങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു. ഫലത്തിൽ നമ്മുടെ രാജ്യം വളരെയേറെ പിറകോട്ടടിച്ചുകൊണ്ട് കൈവരിച്ച നേട്ടങ്ങളെ മുഴുവൻ തകർത്തെറിയുന്നതായിരുന്നു മോഡി ഭരണകാലഘട്ടം എന്നുള്ളത് ജനങ്ങൾക്ക് നല്ല ബോധ്യമുള്ള ഒരു കാര്യമാണ്. അതോടൊക്കെ തന്നെ കൂട്ടിച്ചേർത്തുവിട്ട് പറഞ്ഞത്, ഒന്ന് UPAയുടെ ഭരണം, ആ ഭരണകാലമാണ് ഇന്ത്യയിലെ പാവപ്പെട്ട ആളുകളുടെ സുവർണ കാലഘട്ടം എന്ന് പറയും. അന്നാണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി വന്നത്. അത് കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയായിരുന്നു എന്ന് ചിലപ്പോൾ അവർ അവകാശപ്പെടാം. പക്ഷെ 63 പാർലമെന്റ് മെമ്പർമാരായിട്ടുള്ള ആളുകൾ കേരളത്തിലെ 19 MPമാർ ഇടതുപക്ഷത്തോടൊപ്പം നിന്നപ്പോൾ ഇടതുപക്ഷം പിന്തുണച്ച് പ്രധാനമന്ത്രി പദവി ഉൾപ്പെടെ സ്വീകരിക്കാതെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിലപാട് സ്വീകരിച്ചതിന്റെ ഭാഗമായി കൈവരിച്ച നേട്ടമാണ് പാവപ്പെട്ടവർക്ക് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ളത് എന്ന് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാം. രണ്ടാമത് അദ്ദേഹത്തിന്റെ ചോദ്യം പ്രധാനം, അതിലേക്ക് വരാം. ശ്രീ ചാമക്കാല പറഞ്ഞു, P. രാജേന്ദ്രൻ MP ആയിട്ടിരിക്കുമ്പോഴാണ് പാർവതി മില്ല് പൂട്ടിയത് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അറിയാമെങ്കിലും ചിലത് സ്ഥാപിക്കാൻ നോക്കുമല്ലോ, എൻ്റെ സുഹൃത്താണ്. പക്ഷേ പാർവതി മില്ല്
പൂട്ടപ്പെട്ട് കിടന്നിട്ട് 14 വർഷമാവും. 15 വർഷം ഈ പാർലമെൻറ്റ് മണ്ഡലത്തെ പ്രദാനം ചെയ്തിട്ടുള്ളത് 10 വർഷം പ്രേമേന്ദ്രനും 5 വർഷം പീതാംബരക്കുറുപ്പുമാണ്. അദ്ദേഹത്തിൻ്റെ കാലത്ത് വള്ളംകളിയൊക്കെ നടത്തിയിട്ട് പോയിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല, അത് വേറെ പ്രശ്നം. അപ്പോൾ ഈ 15 വർഷക്കാലത്തിന് ഇടയിലാണ് ഇത് പൂട്ടപ്പെട്ടു പോയത് എന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടെങ്കിൽ കണക്കുകൾ ഞാൻ ആ യൂണിയന്റെ അതെ അത് പറഞ്ഞോട്ടെ, ഒരു യൂണിയന്റെ അവിടെയുള്ള CIT യൂണിയന്റെ പ്രവർത്തനത്തിൽ കൂടെ ഏർപ്പെടുന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തെക്കാൾ ട്രേഡ് യൂണിയൻ രംഗത്ത് നിൽക്കുന്നുണ്ട് എനിക്കറിയാവുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി ഒന്ന് പറഞ്ഞു എന്ന നിലയിലെടുത്താൽ മതി. ഫാക്ടറി, കശുവണ്ടി ഫാക്ടറിയിൽ പൂട്ടപ്പെട്ട് കിടക്കുന്നു എന്നതിനെ സംബന്ധിച്ച് പറയും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോൾ പൊതുമേഖലയിലുള്ള 30 ഫാക്ടറികൾ, ആ 30 ഫാക്ടറികളും 18 മാസക്കാലമായി അടഞ്ഞു കിടക്കുകയായിരുന്നു. പിന്നീട് വന്ന തൊഴിലുറപ്പ് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയുടെ നേതൃത്വത്തിൽ 10 ദിവസക്കാലം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്തു. പിണറായി സാഹു അധികാരത്തിൽ വന്നു, ആ സ്ഥാപനങ്ങൾ തുറന്നു, കാര്യക്ഷമമായി പ്രവർത്തിച്ചു വരുന്നു. സ്വകാര്യ ഫാക്ടറികൾ കണക്കുകളൊക്കെ കുറിച്ച് പുറത്തു വന്നിട്ടുണ്ടല്ലോ. മുൻപുണ്ടായിരുന്നത് ഇത്ര അടച്ചുപൂട്ടിയതിനു ശേഷം വളരെ തുലോം തുച്ഛമാണ് തുറന്ന് പ്രവർത്തിക്കുന്നതെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് താങ്കൾ നിഷേധിക്കുന്നു. പൊതുമേഖലകൾ തുറന്നു, സ്വകാര്യ മേഖലയെ സംബന്ധിച്ച് കുറച്ച് ഫാക്ടറികൾ അടഞ്ഞു കിടപ്പുണ്ട്. അതൊന്ന് തോട്ടണ്ടി ഇറക്കുമതിയിൽ ടാക്സ് ഏർപ്പെടുത്തിയപ്പോൾ തോട്ടണ്ടിയുടെ വില കൂടി. പരിപ്പ് ഇറക്കുമതി ചെയ്യുന്നതിനുള്ള നയം ഉദാരമാക്കി, പരിപ്പിന്റെ വില ഇടിഞ്ഞു. അപ്പൊ തോട്ടണ്ടിയുടെ വില കൂടുകയും പരിപ്പിന് വില ഇടിയുകയും ചെയ്തപ്പോൾ വ്യവസായികൾക്ക് നഷ്ടം വന്നു. അവർ ബാങ്കിൽ നിന്നെടുത്ത ലോണ് തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നു. അപ്പൊ അതാണ് പ്രശ്നം. അദ്ദേഹം ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. ഇരവൂരം മേഖലയിൽ ഒരുപാട് വികസനം നടന്ന കാര്യങ്ങളാണ്. ആ കാര്യങ്ങളിൽ മേൽപ്പാലത്തിന്റെ കാര്യത്തിലും മുന്തിയ പരിഗണന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേട്ടോ പറഞ്ഞോട്ടെ ഇവിടെ കാര്യത്തിലും കഴിഞ്ഞ 3 കൊല്ലമായി ഞങ്ങൾ ഇതിനു വേണ്ടി സഹിക്കുകയാണ്. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ മേൽപ്പാലത്തിന്റെ കാര്യത്തിൽ പറഞ്ഞോട്ടെ 2 കാര്യം പറയാം. മേൽപ്പാലത്തിന്റെ കാര്യത്തിലും KSRTCയുടെ കാര്യം 2 പ്രശ്നങ്ങൾ 2 ഭാഗത്തുനിന്ന് ഉയർന്നു വന്നല്ലോ. മേൽപ്പാലം യാഥാർത്ഥ്യമാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ദ്രുതഗതിയിൽ നടക്കുകയും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മേൽപ്പാലം ഇരവൂരത്തുകാർക്ക് യാഥാർത്ഥ്യമാക്കി നൽകിയതിനു ശേഷമായിരിക്കും ഇരവൂരം മണ്ഡലത്തിൽ LDF നിങ്ങളെ സമീപിച്ച കാലാകാലങ്ങളിൽ നമ്മൾ കേൾക്കുന്ന കാര്യമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മൾ നൗഷാദിനടുത്ത് ചോദിച്ചാൽ നൗഷാദ് നമ്മൾ കൈമാറി. ഞാൻ പറഞ്ഞു തീരദേശ മേഖലകളിൽ ഇടയ്ക്ക് 2 ദിവസം മുമ്പ് നൗഷാദ് വന്നപ്പോഴത്തേക്കും അവിടുന്ന് പാറിപ്പോയ കാര്യങ്ങൾ സാറെല്ലാം കണ്ടോണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞു രണ്ടാമത്തെ NK പ്രേമേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക്, സ്വന്തം പാർട്ടിക്കാർക്ക് പോലും ഉപകാരമില്ലാത്തൊരു NK പ്രേമേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് നമ്മൾ ആരുതാണ് ഈ കാര്യം? നിങ്ങൾക്ക് വയ്യെങ്കിൽ പറ. നിങ്ങൾ പരവൂര്, ചാത്തന്നൂർ, ഞാൻ പറയാം കല്ലുവാതുക്കൽ മുതൽ അല്ലെങ്കിൽ പാരിപ്പള്ളി മുതൽ ചാത്തന്നൂർ വരെയുള്ള ഞങ്ങൾ റോഡ് ഇവിടുത്തെ BJPയുടെ പ്രതി ഉൾപ്പെടെയുള്ള ആൾക്കാർ രേഖാമൂലം തയ്യാറാക്കി കൊടുത്ത് പാസ്സാക്കിയ റോഡുണ്ട്. സാർ ഒന്ന് പോയി കാണണം. പയ്യെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞാൽ മതി, ഞങ്ങൾ പോയി കണ്ട ആൾക്കാരെ നിശ്ചയിച്ച് കാര്യങ്ങൾ ചെയ്തോളാം. അത് നിങ്ങൾ BJPയുടെ പാസ്സാക്കി കൊടുത്തെങ്കിൽ അവിടെ പോയി മേടിച്ചോ. BJPക്ക് പ്രമേയം പാസ്സാക്കി കൊടുത്തിട്ട് കാര്യം സാധിച്ചു തരാൻ നിൽക്കാൻ ഞങ്ങളെ പോലുള്ളവർ കിട്ടൂല. അത് അദ്ദേഹത്തോട് ചോദിച്ചു പോയി മേടിച്ചോണ്ടാ മതി. ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ നമ്മുടെ അവിടെ ഇരവൂര് MLA ഉണ്ട്, അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മേൽപ്പാലം BJPയുടെ മാത്രം പ്രശ്നമല്ല, UDFന്റെ അല്ല, LDFന്റെ അല്ല. ആ കാര്യത്തെ ചെയ്യാൻ പറ്റും. മുകേഷ് MP കൂടെ ആയാൽ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് അതിന്റെ അടിസ്ഥാനപരമായ KSRTC തീരദേശ മേഖലയിൽ താമസിക്കുന്ന ആളുകളുടെ പ്രശ്നം, ഇതൊക്കെ ഇവിടുത്തെ തീരദേശ മേഖലയിൽ താമസിക്കുന്ന ആളുകളുടെ ഒരു സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് LDFന്റെ 7.5 വർഷക്കാലമാണ് ഒരു സുവർണ കാലഘട്ടം. തിരമാലകൾ അടിച്ചു കയറുകയും കടൽക്ഷോഭം ഉണ്ടാകുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ജീവഹാനി സംഭവിക്കുന്ന ആളുകളാണ് തീരദേശ മേഖലയിൽ താമസിക്കുക. അവർക്കൊരു പുനർജന്യ പദ്ധതിയിലൂടെ തന്നെ 2150 പേർക്ക് പുതിയതായി വീടും താമസവും ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ കൂടി പുനരധിവാസത്തിന് വേണ്ടി 26,156 കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തിയത് നല്ല നിലയിൽ നിർമ്മാണം നടക്കുകയാണ്. തീരദേശ മേഖല അതുകൊണ്ട് ഇടതുപക്ഷത്തോടൊപ്പമാണ് നിൽക്കുന്നത്. അവർക്ക് നമ്മളിൽ വിശ്വാസമാണ്. മത്സ്യത്തൊഴിലാളികളെ കേരളത്തിൻ്റെ സൈന്യം എന്ന് വിശേഷിപ്പിച്ച ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളെ കൈവിടൂല. ആർക്കും ഒരു ആശങ്കയും അതുമായി ബന്ധപ്പെട്ട് വേണ്ട. ചോദ്യം ആരോടാണ്? KSRTCയുടെ ചോദ്യം. ഒരു മുതിർന്ന ആളാണല്ലോ, അതിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ KSRTCയുടെ കാര്യത്തിലെ 2 കാര്യം മനസ്സിലാക്കുക താങ്കൾ. ഒന്ന്, ഒരു MPക്ക് ഒരു വർഷം 5 കോടി രൂപ, 10 വർഷമാകുമ്പോൾ 50 കോടി രൂപ. അദ്ദേഹത്തിന് ലഭിച്ച 50 കോടിയിൽ ഒരു 10 കോടി രൂപ ചെലവഴിച്ചിരുന്നു എങ്കിൽ
ഈ KSRTC ഇത് മനോഹരമായി നിൽക്കില്ലായിരുന്നു. അദ്ദേഹം ചെയ്തില്ല. 2 കേരളത്തിലെ ഗവൺമെന്റ് 15 കോടി രൂപ ആ KSRTC ഒരു ഹൈടെക് KSRTC സ്റ്റാർട്ടാക്കി മാറ്റാൻ വേണ്ടി ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ സഹായി M. മുകേഷ് നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള. ശരി, നമ്മൾ ഇന്ന് കൊല്ലം മണ്ഡലത്തിൽ നിന്നാണ് ഈ ചർച്ച തുടരുകയാണ്. നമ്മൾ ചുരുക്കി പറയണം. അതിനു മുൻപ് എനിക്കൊരു ചോദ്യം ശ്രീ ഗോപകുമാറിനോടുള്ളത്. ഈ കൃഷ്ണകുമാർ എന്നൊരു പേര് പോലും താങ്കൾ പറയുന്നില്ല എന്ന് പറഞ്ഞു. അതായത് ഇപ്പം മറ്റവർ രണ്ടുപേരും പ്രേമചന്ദ്രൻ, M. മുകേഷ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ കൃഷ്ണകുമാർ എന്നൊരു പേര് താങ്കളുടെ വായിൽ നിന്ന് ഞാൻ കേട്ടില്ല. പറയട്ടെ. ഞങ്ങളുടെ എല്ലാ ലോകസഭാ മണ്ഡലത്തിലും ഇന്ത്യയുടെ ആരാധനായ പ്രധാനമന്ത്രിയുടെ പ്രതിനിധി തന്നെയാണ് മത്സരിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു, അപ്പോൾ നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ ഡൈവേർട്ട് ചെയ്ത് ഈ തെരഞ്ഞെടുപ്പിൽ കൊല്ലം ലോകസഭാ മണ്ഡലത്തിന്റെ ചരിത്രമൊന്ന് മാറ്റിക്കുറിക്കുന്ന തെരഞ്ഞെടുപ്പായത്. NDAയുടെ പ്രതിനിധി, നരേന്ദ്രമോദിയുടെ പ്രതിനിധി കൃഷ്ണകുമാർജി വിജയിക്കുന്ന തെരഞ്ഞെടുപ്പ് തന്നെയാണ് കൊല്ലത്ത്. അതുകൊണ്ടാണ് ഈ ചോദ്യം ആവർത്തിച്ച് പല മേഖലയിൽ നിന്നുണ്ടാവുന്നത്. ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചല്ല കൃഷ്ണകുമാർജി എന്ന പേരെന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന ചോദ്യം. അതിൽ തന്നെ വളരെ വ്യക്തമാണ് ഈ ലോകസഭാ മണ്ഡലത്തിൽ ആരാണ് ജയിക്കാൻ പോകുന്നത് എന്ന്. ആ ചോദ്യത്തിൽ തന്നെ ഉത്തരവും വ്യക്തമാണ്. ഞാൻ 2 മുന്നണികളെയും കണ്ടുമടുത്തവർ. അദ്ദേഹത്തിന് പോസ്റ്റർ ഒട്ടിക്കാൻ പോലും ഇവിടെ പ്രാദേശിക നേതൃത്വം കൂടെ നിൽക്കുന്നില്ല എന്നുള്ള പരാതി ഉണ്ടല്ലോ. ആവശ്യത്തിന് പോസ്റ്റർ ഉണ്ട്. കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് 18-ാം തീയതി കൊല്ലത്ത് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഈ മറ്റ് 2 മുന്നണികളെക്കാൾ സജീവമായി നിൽക്കുക. എന്താ മറ്റു 2 മുന്നണികളെയും പ്രശ്നം? ഒരിടത്ത് ശ്രീ കോൺഗ്രസ് പ്രേമേന്ദ്രന്റെ നോട്ടീസ് ഈ പറയുന്ന കാര്യങ്ങൾ എവിടെയെങ്കിലും കെടുക്കുന്നുണ്ടോ? ഇവിടെ ആരെങ്കിലും ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ? ശ്രീ മുകേഷിനെ കാണുന്നുണ്ടോ? അല്ല, ഈ കഴിഞ്ഞ ഇപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വിഷു ആശംസയുടെ ഒരു പോസ്റ്റർ കണ്ടു കൃഷ്ണകുമാറിന്റെ. അതിൽ നിങ്ങളുടെ ആരുടെയും പടമില്ല. കേരളത്തിലെ ഒരൊറ്റ BJP നേതാവിന്റെ പടമില്ല. നരേന്ദ്രമോദിയുടെ പടവും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെ പടവും വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒറ്റയാളിലാ കേന്ദ്രീകരിക്കുന്നത്. അതെ, ശരി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കേരളത്തിലെ ഒറ്റ നേതാവിന്റെ പോലും പടം വെക്കാനില്ല. സ്വാതന്ത്ര്യ അനന്തര ഭാരതത്തിൽ ഇത്രയധികം വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള, ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ ഇത്ര അംഗീകാരം നേടിയിട്ടുള്ള സാമ്പത്തിക ശക്തിയില് ഭാരതത്തെ 5ാമത്തെ സാമ്പത്തിക ശക്തിയാക്കി മാറ്റിയ, ലോകത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പരിഹരിക്കുവാൻ കഴിയുന്ന പ്രധാനമന്ത്രിയാണ് ഞങ്ങൾക്ക് ജനത. ആ ചിത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒറ്റ ചിത്രത്തിൽ ഞങ്ങൾ കേന്ദ്രീകരിക്കുന്നത്. എനിക്ക് 2 ചോദ്യമുണ്ട്. ഒന്ന് കോൺഗ്രസിനോടും മറ്റൊന്ന് BJPയോടുമാണ്. എൻ്റെ ചോദ്യം ശ്രീ ജ്യോതികുമാർ ചാമക്കാലയോടാണ്. അദ്ദേഹം പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നേരത്തെ നമ്മുടെ സഹാവും പറഞ്ഞു, ഒരു MPക്ക് പ്രതിവർഷം 5 കോടി രൂപയാണ് ഫണ്ടായിട്ട് നൽകുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ NK പ്രേമചന്ദ്രന് 5 വർഷം കൂടുമ്പോൾ 25 കോടി രൂപയാണ് ഫണ്ടായിട്ട് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ 11,000 കോടിയുടെ വികസനം ഇദ്ദേഹം നടപ്പിലാക്കും? ആര്? NK പ്രേമചന്ദ്രൻ. അതോ ഇനി കൊല്ലം ലോകസഭ മൊത്തം കൊണ്ട് കരുവന്നൂർ ബാങ്കിൽ കൊണ്ട് പണയം വെച്ച് ആ പൈസ കൊണ്ട് നടപ്പിലാക്കുകയാണെന്ന് ജനങ്ങൾ സംശയിക്കുന്നു. രണ്ടാമത് ഞങ്ങൾ പറയട്ടെ. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ BJPയുടെ പ്രതിനിധിയോടാണ്. അതായത് BJP പ്രതിനിധിയായിട്ട് ഇവിടെ കൃഷ്ണകുമാർ മത്സരിക്കുന്നു. അപ്പോൾ മോദിയുടെ ഗ്യാരണ്ടിയിലാണ് മത്സരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കൊല്ലം ലോകസഭയിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ എത്രയാണ്? ശരി, തരാം. പറയൂ. ഇവിടെ ഒരു ഈ പ്ലക്കാർഡൊക്കെ ആയിട്ട് വന്നേക്കാണ്. ഇപ്പൊ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് അതില്? ഇത് ആരോടാണ് ഈ പറയുന്നത്? പറഞ്ഞോളൂ, മൈക്ക് അടുപ്പിച്ച് വെച്ച്. ഇത് വായിക്കാൻ എന്തുവാ? 5906 കേസുകൾ എടുത്ത് ED ചാർജ് ചെയ്ത് 25 കേസുകൾ മാത്രം. ബാക്കിയുള്ളവരിൽ BJPയിൽ ചേരുകയോ ഇലക്ട്രൽ ബോണ്ട് നൽകുകയോ ചെയ്തു. ഇവരെയാണോ ഇനിയും ജയിപ്പിക്കേണ്ടത്? അത് സുരേഷ് ഗോപി ആയാലും രാജീവ് ചന്ദ്രശേഖർ അല്ലാണ് ഇത് പറഞ്ഞത്. പിന്നെ ചോദ്യം എന്താണ്? അപ്പൊ എന്റെ ചോദ്യം ചാമക്കാല സാറിനോടാണ്. അദ്ദേഹം നല്ലോണം ഈ ചാനലുകളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. സാർ, ഈ നിങ്ങളുടെ കാൻഡിഡേറ്റായി മത്സരിക്കുന്ന NK പ്രേമചന്ദ്രൻ, അദ്ദേഹം 10 വർഷക്കാലമായി കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ അംഗമാണ്. അപ്പോൾ MP ഫണ്ട് പീതാംബരക്കുറുപ്പ് നിന്ന് ജയിച്ചു വന്നപ്പോൾ 7 കോടി രൂപ അന്ന് കൊടുത്തു. കോവിഡ് കാലത്ത് നരേന്ദ്രമോദി സർക്കാർ അത് വെട്ടിക്കുറച്ച്, അല്ല 5 കോടിയാക്കി എന്നാണ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെയാണ് 10 കൊല്ലം കൊണ്ട് അപ്പോൾ അദ്ദേഹം നടപ്പിലാക്കേണ്ട 50 കോടി രൂപയാണ് വികസന പദ്ധതി നടപ്പിലാക്കണം. ഞാൻ പറയുന്നത് കൊല്ലം അസംബ്ലി മണ്ഡലത്തിൽ 7.5
അസംബ്ലി മണ്ഡലത്തിൽ കണക്ക് ശാസ്ത്രം കൂടെ ഞാൻ പറയുന്നത്. ഓക്കെ. അപ്പം കൊല്ലം അസംബ്ലി മണ്ഡലത്തിൽ 7.5 കൊല്ലം കൊണ്ട് 1748 കോടി രൂപയുടെ വികസനം മുകേഷ് നടപ്പിലാക്കി. അപ്പൊ അത് നമുക്ക് തൊട്ടടുത്ത് തന്നെ കാണാം, കൊല്ലം പട്ടണം എല്ലാം നോക്കി നമുക്ക് കാണാം. പക്ഷേ 1748 കോടി രൂപ വികസനം 7.5 കൊല്ലം കൊണ്ട് നടപ്പിലാക്കിയപ്പോൾ 10 കൊല്ലം കൊണ്ട് 7 അസംബ്ലി മണ്ഡലത്തിൽ പ്രേമചന്ദ്രൻ 50 കോടിയിൽ നിന്ന് ഏകദേശം 7 കോടി രൂപയെങ്കിലും ഒരു മണ്ഡലത്തിൽ. അല്ല, അത് ചോദിക്കട്ടെ, നമുക്ക് സമയമില്ല. ചോദിക്കട്ടെ. ശരി ശരി ശരി. അപ്പൊ മറുപടി 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 അല്ലല്ല മറുപടി 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 കേൾക്കണ്ടേ? ശ്രീ ജ്യോതികുമാർ, മറുപടി എന്താണ്? മറുപടി 50 കോടി രൂപ 10 കൊല്ലം കൊണ്ട് 7 അസംബ്ലി മണ്ഡലത്തിൽ വിനിയോഗിക്കുകയാണെങ്കിൽ 7 കോടി രൂപയുടെ വികസനം ഒരു അസംബ്ലി മണ്ഡലത്തിൽ വരും. അല്ല, നമുക്ക് സമയമില്ല, അങ്ങനെ ചെയ്യാതെ. അപ്പോൾ പൂങ്കാവനമായി കൊല്ലം പാർലമെന്റ് മണ്ഡലം മാറും. അപ്പോൾ പ്രേമചന്ദ്രനെ നേരത്തെയാണോ അതോ മുകേഷിനെ നേരത്തെ ജയിപ്പിക്കേണ്ടായിരുന്നില്ലേ എന്നോട് ഞങ്ങളെല്ലാം ചിന്തിക്കുന്നു. ശരി ശരി, അതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. മറുപടി 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 അല്ല, മറുപടി കേൾക്കണ്ടേ? മറുപടി കേൾക്കണ്ടേ? ഇവിടെ എനിക്ക് കുറെ ചോദ്യങ്ങളാണ് എന്റെ നേരെ വന്നിട്ടുള്ളത്. ചുരുക്കി മറുപടി. അതിനു മുമ്പ് മറുപടി പറയാം. അതിനുമുമ്പ് എൻ്റെ സുഹൃത്ത് ശ്രീ എസ് ജയമോഹൻ അദ്ദേഹം പറഞ്ഞത് MLA വികസനത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു. അതിനു മുമ്പ് ഒരു സഹപ്രവർത്തകൻ ഓഡിയൻസിനിടയ്ക്ക് ചോദിച്ചു കോൺഗ്രസിൻ്റെ പ്രസക്തിയെക്കുറിച്ചൊക്കെ പറഞ്ഞു. പറയുന്ന CPM-ന്റെ സഹപ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, കോൺഗ്രസ് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ കോൺഗ്രസ് ഇപ്പോഴും പ്രതിപക്ഷ കക്ഷിയായി നിൽക്കുന്നുണ്ട്, ശരിയാണ്. കോൺഗ്രസിൻ്റെ സീറ്റുകൾ കുറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ വോട്ട് ഷെയർ 20%. സഖാവ് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഇത്രയും കാലമായിട്ടും 3 സീറ്റാണ് ഇപ്പോൾ ഉള്ളത്. 1.25% വോട്ടാണുള്ളത്. അപ്പോൾ കോൺഗ്രസിനെ ഉൾപ്പെടെ മാറ്റിയിട്ട് ഞങ്ങൾ അങ്ങ് നയിച്ചോളാം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ നല്ല ബോധ്യമുണ്ട്. ഇനി അടുത്ത കാര്യം ഇവിടെ പറഞ്ഞത്, സഖാവ് പറഞ്ഞത് MLA വികസനത്തെക്കുറിച്ച് കൂടി നമുക്ക് സംസാരിക്കാം. 24 ന്യൂസ് അല്ലേ ശ്രീ SKN അല്ലേ ഇവിടെ ഓലയിൽ കടവ് പാലത്തെക്കുറിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ളത്? അദ്ദേഹം പറഞ്ഞിട്ടില്ലേ ആ പ്രോജക്റ്റിനെ സംബന്ധിച്ച് ഞങ്ങൾ ഫോളോ അപ്പ് നടത്തുമെന്ന്? എന്തുകൊണ്ടാണ് ആ ഓലയിൽ കടവ് പാലം കായലിൻ്റെ നടുക്കത്തി ഇങ്ങനെ നിൽക്കുകയാണ്? എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാതെ, എങ്ങോട്ട് പോകണമെന്നറിയില്ല, എവിടെ ഇറങ്ങണമെന്നറിയില്ല. അപ്പോൾ ആ ഓലയിൽ കടവ് പാലം പോലെയുള്ള വികസനങ്ങൾ, പിന്നെ അദ്ദേഹം പറഞ്ഞു 15 കോടിയുടെ വികസനം KSRTC വരാൻ പോകുന്നു. MLA അദ്ദേഹത്തിൻ്റെ MLA ഫണ്ടിൽ നിന്ന് 2017 1 കോടി കൊടുത്തു എന്നും അതിന് AS ഇറങ്ങിയെന്നും അദ്ദേഹം പറഞ്ഞതാണ്. എവിടെ, എന്ത് ചെയ്തു? അദ്ദേഹം തന്നെ പറയുന്നു ഞാൻ കൊടുത്ത 1 കോടി കാണാനില്ല. മാത്രമല്ല ഇങ്ങനെയാണെങ്കിൽ ഈ KSRTC ബിൽഡിംഗ് ഇടിഞ്ഞു വീഴുമെന്ന് പറഞ്ഞിട്ടുള്ളത് സാക്ഷാൽ MLA തന്നെയാണ്. ഇനി ഇവിടെ പ്രതിനിധികൾ പറഞ്ഞു, അല്ല, ഇതൊരു കണക്ക് അദ്ദേഹം പറഞ്ഞല്ലോ. 7.5 വർഷം കൊണ്ട് ഉള്ള കോടി, അങ്ങനെയെങ്കിൽ 10 വർഷം കൊണ്ട് എത്ര കോടി? അതെ അതെ അതെ, ഇവിടെ മാർക്കറ്റിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, ഇവിടെ കഴിഞ്ഞ് നമുക്ക് പോയി നോക്കാം. ഏതായാലും 1,46,00,000 രൂപ എവിടെ മാർക്കറ്റ്? കൊല്ലം പട്ടത്താനം റോഡ് വെള്ളക്കെട്ടാ, മഴ പെയ്ത വെള്ളക്കെട്ട്, സ്കൂൾ കുട്ടികളും എല്ലാം വെള്ളത്തിൽ കൂടെ പോകേണ്ടത്. അപ്പോ ഇവിടെ ഒരു മിഥ്യാധാരണയുണ്ട്. മറുപടി പറയട്ടെ. ഒരു നിയോജക മറുപടി കേൾക്കട്ടെ. ഒരു നിയോജകം മറുപടി പറയും. നിങ്ങൾ സമ്മതിക്കൂ. മറുപടി പറയാൻ അല്ല, നിങ്ങൾ സംസാരിക്കാതിരിക്കൂ. അല്ല, നിങ്ങൾ ബഹളം ഉണ്ടാക്കി എങ്ങനെയാണ്? അദ്ദേഹം മറുപടി പറയട്ടെ. പ്ലീസ്. നിങ്ങൾ ചോദിച്ചില്ലേ? ഇവിടെ രാഷ്ട്രീയം പറയാം, ഡിബേറ്റിലേക്കാണ് നമ്മൾ. അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഞാൻ ഒരിക്കൽ കൂടി വോട്ടേഴ്സിലേക്ക് പോവുകയാണ്. ചുരുക്കി ഏറെ ബഹുമാനപ്പെട്ട BJP-യുടെ ജില്ലാ പ്രസിഡന്റ് ഗോപകുമാർ സാറിനോടാണ് ചോദിക്കുന്നത്. സാറേ, 20 സ്ഥലത്തും NDA-യുടെ സ്ഥാനാർത്ഥി ഇവിടെ മത്സരിക്കുമ്പോൾ എല്ലാവർക്കും ജയിക്കുവാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ പറ്റിയത് NDA-യുടെ സ്ഥാനാർത്ഥി കോടിപതികളാവാൻ വേണ്ടിയാണ് മത്സരിക്കുക. അവർക്ക് തന്നെ അറിയാം അവർ തോക്കുമെന്ന്. പക്ഷേ മത്സരിക്കുന്നത് കേന്ദ്രത്തിൽ നിന്നും ഇലക്ഷൻ ഫണ്ടായി കൊടുക്കുന്ന പൈസ 4/1, അതായത് 1 കോടി രൂപ കൊടുക്കുകയാണെങ്കിൽ 25 ലക്ഷം രൂപ, 10 കോടി രൂപ കേന്ദ്രത്തിൽ നിന്നും തരുമ്പോൾ 2.5 കോടി രൂപ മുടക്കിയിട്ട് ബാക്കി ഈ സ്ഥാനാർത്ഥിക്ക് ശിഷ്ടകാല ജീവിതത്തിൽ അത് അനുഭവിക്കാമെന്നാണ് പറയുന്നത്. ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 20 സീറ്റിലും
നിങ്ങൾ തോക്കുമെന്ന് അറിഞ്ഞിട്ടും മത്സരിക്കുന്നത്. ജനാധിപത്യത്തിൽ അങ്ങനെയാണ്. പക്ഷേ അവരുടെ പ്രചരണങ്ങൾ കണ്ടാൽ നമ്മൾ വിചാരിക്കും അവരാണ് ഈ അത്രത്തോളം പൈസ എല്ലാ സ്ഥലത്തും ചെലവാക്കുന്നത്. ചോദ്യത്തിലോട്ട് വരട്ടെ. നമ്മൾ പൊതുജനങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം ചോദിക്കുകയാണ്. ഈ ആട്ടോയിൽ പോകേണ്ട 4 MP വേണോ, അതോ ടെമ്പോയിൽ പോകേണ്ട 20 MP വേണോ, ഒരു ട്രെയിനകത്ത് പോകേണ്ട 400 MP വേണോ എന്ന് ഈ പൊതുജനങ്ങൾ തീരുമാനിക്കണം. കാരണം രാജ്യസ്നേഹികളായ ഈ ഇന്ത്യയിലുള്ള ജനങ്ങൾ രാജ്യസ്നേഹികളാണ്. ജനങ്ങളാണ് ഇന്ത്യയിലുള്ളത്. ഞാൻ മൂന്ന് പേരെടുത്തും കൂടിയുള്ള ചോദ്യമാണ്. ഞാനൊരു KSFE ഏജന്റാണ്. ഞാൻ ഈ കൊല്ലം മണ്ഡലത്തിലെ സർവ്വ മേഖലകളിലും പോയി ചിട്ടി ക്യാൻവാസ് ചെയ്യുമ്പോൾ ഇവിടുത്തെ തൊഴിലാളികളാണ്. പക്ഷെ തൊഴിലാളികൾക്ക് ചിട്ടിയിൽ പൈസ അടയ്ക്കാൻ കഴിയുന്നില്ല. കശുവണ്ടി തൊഴിലാളികൾ, സാമ്പിൾ തൊഴിലാളികൾ, തീപ്പെട്ടി വ്യവസായങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ അവരുടെ അടുത്തൊക്കെ പോയി ചിട്ടി ക്യാൻവാസ് ചെയ്യുന്നതാണ്. പക്ഷെ ഞങ്ങൾ ചിട്ടി ക്യാൻവാസ് ചെയ്ത് KSFE കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ 18% GST വാങ്ങുന്ന ചിട്ടി കമ്പനി KSFEയിലെ ഏജന്റുമാർക്ക് 3 തവണ അടച്ചെങ്കിലേ കമ്മീഷൻ തീർത്തുള്ളൂ. അത് ന്യായമാണോ എന്നാണ് നിങ്ങളെ ഈ 3 രാഷ്ട്രീയ പ്രവർത്തകരോട് ചോദിക്കാനുള്ളത്. ഒരിക്കലും ന്യായമല്ല, ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യവുമല്ല. നമ്മൾ വികസനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴേ ഈ പിന്നെ ന്യായമായ കാര്യങ്ങൾ ചോദിക്കണം. 342 കോടി രൂപയാണ് റെയിൽവേയിൽ വികസനം എന്ന് പറഞ്ഞാൽ പ്ലാറ്റ്ഫോം കെട്ടി മറ്റേ വാണിജ്യാടിസ്ഥാനത്തിൽ കെട്ടിടങ്ങൾ കെട്ടി പ്രൈവറ്റുകാരന് കൊടുത്തിട്ടല്ല വികസനം ഉണ്ടാക്കേണ്ടത്. ജനങ്ങൾ, ഞാൻ 25 വർഷമായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആളാണ്. 80 പിന്നെ സീറ്റുള്ള ഒരു ബോഗിയിൽ 250 പേർക്ക് ടിക്കറ്റ് കൊടുത്ത് വിട്ടിട്ട് അതാണോ വികസനം? മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം 50 കുട്ടികൾ, അതായത് കേരളത്തിൽ 50 കുട്ടികളാണ് നമ്മുടെ പിന്നെ ഭക്ഷണമില്ല എന്ന് പറഞ്ഞ് മരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. 1000-കണക്കിന് കുട്ടികളാണ് നമ്മുടെ UP-യിൽ ഭരിക്കുന്നത്. വിദ്യാഭ്യാസ മേഖല, ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ കേരളത്തിൽ ഒരു മോഡലായിട്ട് മാറുമ്പോൾ അവിടെ നിന്ന് മത്സരിച്ച് 20 MP കേരളത്തിന് വേണ്ടി കൊടുക്കുന്ന LDF-നെ അല്ലേ ജയിപ്പിക്കേണ്ടത് എന്ന് മാത്രമേ. ഇവിടെ ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. വളരെ ചുരുക്കി 3 പേരും ഞാൻ ജ്യോതികുമാറിലേക്ക് എത്താം. ചുരുക്കി 3 പേർക്കും എന്താണ് പറയുന്നത്? നമുക്ക് അവസാനിപ്പിക്കാം. ഒന്ന്, ഈ തിരഞ്ഞെടുപ്പിൽ നാം ഗൗരവതരമായി കാണേണ്ടത് നമ്മൾ ഏകോദര സഹോദരങ്ങളെ പോലെ എന്നും ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കണമോ വേണ്ടയോ എന്നുള്ളത്. 2, നമ്മളിപ്പോൾ ജനാധിപത്യ പ്രക്രിയയിലേക്ക് നീങ്ങുന്നു. ഈ ജനാധിപത്യ പ്രക്രിയ എല്ലാ കാലത്തും നിലനിൽക്കണോ വേണ്ടയോ എന്നുള്ളത്. കേരള സംസ്ഥാനം ലോകത്തിന് മാതൃകയായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കേരളത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണോ? ഇത് 3ഉം, ജനാധിപത്യവും മതേതരത്വവും കേരള താല്പര്യം സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഇടതുപക്ഷം വിജയിച്ചെങ്കിലേ കഴിയൂ എന്ന ചിന്ത രാജ്യത്തെ ജനങ്ങളിൽ ശക്തിപ്പെട്ടു വരുന്നു. ഈ രാജ്യത്ത് ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്നതിന് അല്ലെങ്കിൽ നിലനിർത്തുന്നതിന് BJP അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണിക്ക് മാത്രമേ കഴിയൂ എന്ന് കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾക്കറിയാം. എല്ലാ അർത്ഥത്തിലും അതിവിടെ ശ്രീ S. ജയമോഹൻ പോലും ഈ ചർച്ച കഴിഞ്ഞാൽ അത് അംഗീകരിച്ചു തരികയും ചെയ്യും. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഇവിടെ ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്നതിന് അദ്ദേഹം പറഞ്ഞ എല്ലാ വാദഗതികളും ശരിയായി വരണമെങ്കിൽ അത് കോൺഗ്രസ് UDF-ന്റെ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീ NK പ്രേമേന്ദ്രന് വോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ സംസ്ഥാനത്ത് നിന്ന് 20 സീറ്റും അത്തരത്തിൽ തന്നെ ജയിക്കാൻ കഴിയും. ഇവിടെ KSFE കുറിച്ച് പറഞ്ഞത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അതെല്ലാം പരിഹരിക്കപ്പെടേണ്ടതുണ്ട്, അതെല്ലാം പരിഹരിക്കപ്പെടേണ്ടതാണ് എന്ന കാര്യത്തിലും തർക്കമില്ല. ഒന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറണം. ഈ രാജ്യത്തിലെ സാധാരണക്കാരന് ആവശ്യം വേണ്ട എല്ലാ പദ്ധതികളും നടപ്പിലാക്കിയ ഈ ഗവൺമെന്റ് തുടരണം എന്ന് ഭാരതീയ ജനത ആഗ്രഹിക്കുന്നു. 400-ലധികം സീറ്റ് ഈ 2 മുന്നണി എന്തിനാ മത്സരിക്കുന്നത്? AK ബാലൻ പറഞ്ഞു, ചിഹ്നം പോകും. ഈനാമ്പച്ചിയും മരപ്പട്ടിക ചിഹ്നമായി മാറും. ഇവിടെ ജനകീയ വിഷയങ്ങൾ പരിഹരിക്കുന്ന, അതിന് ഇടപെടുന്ന ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ ഇന്ത്യയുടെ അന്തസ്സ് ഉയർത്തിക്കാട്ടുന്ന ഒരു ഗവൺമെന്റ് വരണമെന്ന് ആഗ്രഹിക്കുന്നു. അതിന് നരേന്ദ്രമോദിക്ക് മാത്രമേ കഴിയൂ. അവിടെ കൃഷ്ണകുമാർ നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കാൻ ഈ ഇന്ത്യൻ പാർലമെന്റ് ഉണ്ടാകണമെന്ന് കൊല്ലം ചിന്തിക്കുന്നു. വേനൽ ചൂട് കടുത്തതാണ്. ഒരു മഴ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് പെയ്യുമോ എന്നറിയില്ല. ഏതായാലും പ്രചാരണ രംഗത്തൊട്ടേറെ വിഷയങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലായി. വോട്ടർമാർക്ക് ഇനിയും പറയാനുണ്ട്. പക്ഷെ നമ്മുടെ സമയം അവസാനിക്കുകയാണ്. നാളെ നമ്മൾ രാഷ്ട്രീയം പറയുന്നത് വർക്കല നിന്നുകൊണ്ടാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വർക്കല ക്ലിഫിൽ നിന്നുകൊണ്ടാണ്. അങ്ങോട്ടേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സംവാദം ഇവിടെ അവസാനിക്കുന്നു. താങ്ക്